നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുപോലെ ഈ പുസ്തക പ്രകാശന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. പ്രാരംഭമായിട്ട് പാസ്റ്റർ കെ ജെ ജോസഫ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷയോടുകൂടി ഈ സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. പാസ്റ്റർ കെ ജെ ജോസഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗ്ഗപിതാവായ അവിടുത്തെ പ്രിയപുത്രനെ ഞങ്ങളുടെ ജീവരക്ഷണം വീണ്ടെടുക്കാനുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ ഈ കർത്ത ദിവസത്തിന്റെ സാന്നിധ്യത്തിൽ കൂടി വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം അവിടുന്ന് അറിയുന്നതിനെ വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കടന്നുകൊണ്ടിരിക്കുന്ന ജനത്തെയൊക്കെയും കർത്താവിന്റെ തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണമില്ലാത്തപ്പെട്ട ഞങ്ങളുടെ രക്തത്താൽ കർത്താവെ വളരെ ശുദ്ധീകരണം പ്രാപിച്ചു തിരുസന്നിധിയോട് അടുത്ത് വരുന്ന കർത്താവിനെയും കർത്താവിന്റെ പ്രാഗത്യവും യോഗ്യതയും നൽകിയ കർത്താവ് അനുഗ്രഹിക്കുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ ആദ്യോടന്തം അവിടുത്തെ കർത്താവെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഇന്ന് ഹല്ലേലൂയയോടെ കൂടി വന്നിരിക്കുന്ന ജനത്തെയൊക്കെയും കർത്താവെ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ പരിപാലിക്കുമാറാകണമേ. അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ജീവരക്ഷകനും വീണ്ടെടുക്കുവാനുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. അവരുണ്ടായ പുത്രമരണമേ സ്വർഗ്ഗപിതാവാം ദൈവമേ. ഷിജോ എബ്രഹാം ഒരു ഗാനത്തിൽ നമ്മളെ നയിക്കുന്നതാണ്. നമുക്ക് കർത്താവിനെ ക്ഷണിക്കുന്നു. Praise the Lord. Hallelujah.
ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലെ മറ്റാരുമില്ല. ഇന്ന് പകൽക്കാലം ഈ സന്ധ്യയിൽ കർത്താവിന്റെ സന്നിധിയിൽ സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഉന്നതനായ ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിന് നന്ദിയോടെ സ്തുതിക്കാം. ഹൃദയം നന്ദികൾ കൊണ്ട് നിറയട്ടെ. ദൈവസന്നിധിയിലേക്ക് നമ്മളെ താഴ്ത്താം. പ്രൈസ് ദി ലോർഡ്.
നാം എല്ലാവരും വളരെ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ ഇരുന്ന പുസ്തക പ്രകാശന സമ്മേളനം നമ്മൾ തുടരുകയാണ്. ഈ സമ്മേളനത്തിൽ ഇന്ന് സംബന്ധിക്കുന്ന എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും വളരെ വിശിഷ്ടാതിഥികളാണ്. എങ്കിലും ഈ ചടങ്ങിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്ന അതിൽ ഭാഗവാക്കുകളാകുന്ന വിശിഷ്ടാതിഥികളെ ഞാൻ ഇപ്പോൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഇന്ന് ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി നമ്മുടെ ഇടയിൽ വന്ന പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന റവറൻ ഫിന്നി ജേക്കബ് അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് കരകളിലെ തന്നെ ദേവദാസന്മാരെ ക്ഷണിക്കാം. അതോടൊപ്പം ഇതിൻ്റെ പുസ്തകം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത എഴുത്തുകാരനായ പാസ്റ്റർ ബ്ലസ്സൻ ചെറിയനാണ്. പാസ്റ്ററിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ചരിത്ര നിയോഗം എന്നുള്ള നിലയിൽ ഈ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് സിസ്റ്റർ ഷാൻറ്റി ബ്ലസ്സനാണ്. സിസ്റ്ററിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും കൂടി വരുവാൻ കാരണക്കാരനായി തീർന്ന ഈ പുസ്തകത്തിന്റെ ലേഖകൻ പാസ്റ്റർ ബിജു ഡൊമിനിക്കിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ബാക്കി ദേവദാസന്മാർ നിങ്ങളുടെ പ്രാർത്ഥന ഒട്ടും കുറയുന്നില്ല. നമ്മുടെ സ്ഥലത്തിന്റെ പരിമിതിയിൽ ദയവായിട്ട് നിങ്ങൾ സഹകരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സമ്മേളനത്തിന് സ്വാഗതം നൽകുന്നത് പാസ്റ്റർ ബിജു ഡൊമിനിക്കിന്റെ സഹോദരനായ പാസ്റ്റർ ബിനു ഡൊമിനിക്കാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അക്ഷരങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ പ്രിയ ബിജുവിന് വളരെ അനുകാലിക പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഭാഷ, വളരെ സുന്ദരമായി ഡിസൈൻ ചെയ്ത ഒരു പുസ്തകം മലയാള ഭാഷയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ചേർത്തെഴുതുവാൻ കഴിയുന്ന പുസ്തകം നൽകുവാൻ സഹോദരനെ സഹായിച്ചത്. ആ ശുശ്രൂഷ, ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. അവരെല്ലാവരും കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന കസേരയിലേക്ക് കയറിയിരുന്നാൽ ഈ ശുശ്രൂഷ വളരെ മനോഹരമായി നടക്കുവാനിടയായിത്തീരും. ഇന്നും സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ കാര്യമായ കസേരകൾ കാണാതെ മുമ്പിലേക്ക് കയറിയിരിക്കുവാൻ പ്രത്യേക ഓർമ്മിക്കുന്നു. എല്ലാവരും മുമ്പോട്ട് കയറിയിരുന്നാൽ നിങ്ങളുടെ മുൻപിൽ ഒരു കാര്യമായ ഒരു കസേര ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് അത് മുമ്പോട്ട് കയറിയിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ വിലയേറിയ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ പ്രിയ അച്ഛനാണ്. കർത്താവിൽ ഏറെ പ്രസിദ്ധനായ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഏറെ വില കൊടുത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവദാസൻ പ്രവർത്തകൻ ജോസഫ് മാത്യുവിനെ ഈ വിലയേറിയ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളെ ബിജുവിനെയും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രായത്തിലുള്ള ദേവദാസന്മാരെയൊക്കെ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ എപ്പോൾ കണ്ടാലും ഞങ്ങളുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്ന കർത്താവ് പ്രസിദ്ധനായ കർത്താവദാസൻ ഫിന്നി ജേക്കബ് അവരാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അദ്ദേഹത്തെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യാം. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റിനെ കുറിച്ച് പലവരും വായിച്ച് വളരെ വ്യക്തമായ ചിത്രമുള്ള
എന്നെക്കാളുപരി ബിജുവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളാണ് പാസ്റ്റർ ബ്ലസ്സിംഗ് സത്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളക്കരയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന മനോഹരമായ പുസ്തകങ്ങൾ എഴുതുന്ന നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുവാൻ വാസ്തവത്തിന് യോഗ്യൻ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവർ ഇരുവരും ഒരുമിച്ചാണ് ഈ പുസ്തകം ചെയ്തതെന്ന് ഞാൻ കേൾക്കുവാനിടയായി. അവരെ ഇരുവരെയും ഈ വലിയ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം. അതുപോലെ പ്രിയ കർത്തദാസൻ ഞങ്ങളെ സഹായിച്ച എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളൊരു കാര്യം സഹായിച്ചാലോട് പറഞ്ഞാൽ സഹായിച്ചാൽ വേണ്ട അല്ലെങ്കിലോ എനിക്ക് ബുദ്ധിമുട്ടാ പറ്റത്തില്ല എന്നൊന്നും പറയത്തില്ല. ഇവിടെ ഇങ്ങനെ ഈ ഹോളും ഇവിടുത്തെ ഈ സൗകര്യങ്ങളുമെല്ലാം ഈ വിലയേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ സന്തോഷത്തോടെ തരികയും നമ്മളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ സാജു മാവലിക്കരയ്ക്ക് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് ആത്മീയമായി സ്വാഗതം. അതുപോലെ ആശംസ അറിയിക്കുന്ന പാസ്റ്റർ ജെയിംസ് മണിക്കർ, അതുപോലെ പാസ്റ്റർ ബിജു എബ്രഹാം, അതുപോലെ പാസ്റ്റർ അനു, അതുപോലെ ബിനു ജോൺ എന്നിവർക്കും പ്രത്യേകം പ്രാർത്ഥിച്ച് ആരംഭിച്ച ഞങ്ങളുടെ പ്രിയ പപ്പ കെ ജെ ജോസഫ്, എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ ആദ്യം ഓർമ്മിച്ചല്ലോ ഞങ്ങളുടെ പിതാവുണ്ട്. അതുപോലെ ഞങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് അവിടെ ഇരിക്കുന്ന ഈ കസേരയിൽ ഇരിക്കുന്ന ഓരോരുത്തരും. നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്വർഗ്ഗത്തിലെ എല്ലാവരെയും തുടർന്ന് അധ്യക്ഷ പ്രസംഗമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ മുഖ്യ അതിഥിയായി നമ്മുടെ ദേവദാത ജേക്കബ്, പാസ്റ്റർ ബ്ലസ്സിംഗ് ജൊലീനാണ്, സിസ്റ്റർ ഷാൻഡി ബ്ലസ്സിംഗ്, പാസ്റ്റർ ബിജു ഡൊമിനിക്, പാസ്റ്റർ ബിജു ഡൊമിനിക്, മറ്റ് ദേവദാസന്മാരെ ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ മുമ്പിൽ നിൽക്കുന്നത്. ലൈറ്റ് ദ വേൾഡ് മിഷൻസ് എന്ന് 2009 ആരംഭിച്ച ഒരു സ്വതന്ത്ര മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ലൈറ്റ് ഹൗസ് പബ്ലിക്കേഷൻസ് ആരംഭിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. 1-2 വാക്കിൽ ചുരുക്കമായിട്ട് എൻ്റെ ചരിത്രമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഇരുന്നു കൊള്ളാം. സുവിശേഷം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഇടങ്ങളിൽ അല്ലെങ്കിൽ അന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങളുടെ നടുവിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചം പകരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 2009 ചില ദേവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒരു വലിയ ശുശ്രൂഷയാണ്. 2014 അത് ആഫ്രിക്കയിലേക്ക് ദൈവം വളർത്തു വരികയായിരുന്നു. പ്രാർത്ഥനയും സുവിശേഷീകരണവും സുവിശേഷന്മാർക്കുള്ള ട്രെയിനിങ്ങും മിഷണറി ട്രെയിനിങ്ങും അങ്ങനെയുള്ള പ്രോഗ്രാമുമായിട്ട് കടന്നു വരുമ്പോഴാണ് ചില മാസങ്ങൾക്ക് മുൻപ് ലൈറ്റ് ഹൗസ് പബ്ലിക്കേഷൻസ് എന്നുള്ള പബ്ലിക്കേഷൻസ് ആരംഭിക്കാനിടയായിത്തീർന്നത്. ചില മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത് ഇപ്പോഴും എൻ്റെ ഡയറിയിൽ ഞാൻ സൂക്ഷിക്കുന്നത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു വെഡിങ് ഇൻവിറ്റേഷൻ്റെ മറുവശത്ത് 2009 കുറിച്ച് വെച്ച ചില പ്രോജക്റ്റുകളിൽ ഒന്നായിരുന്നു ലൈറ്റ് ഹൗസ് പബ്ലിക്കേഷൻ. അന്നായിരുന്നു വെച്ചത്. അതിലൊരു സാക്ഷാത്കാരം കൂടിയാണ് ഇന്ന് ഈ ലൈറ്റ് ഹൗസ് പബ്ലിക്കേഷൻസിൻ്റെ ആദ്യത്തെ സംരംഭമായ ഈ പുസ്തക പ്രകാശനത്തിലൂടെ നടത്തപ്പെടുന്നത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. വളരെ ആനുകാലിക പ്രസക്തിയുള്ളതും ക്രൈസ്തവ ലോകത്തിന് വളരെയധികം ആവശ്യകതയുള്ളതുമായ ഒരു തീമിനെ സംബന്ധിച്ച് ഈ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് സർവശക്തനായ ദൈവം നൽകി തന്ന എല്ലാ വഴികൾക്കും അനുഗ്രഹങ്ങൾക്കും ഗൈഡൻസിനും ദൈവത്തിൻ്റെ ജ്ഞാനത്തിനുമായി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും എല്ലാ മഹത്വം ദൈവത്തിന് അർപ്പിക്കുകയും ചെയ്യുകയാണ്. 17-ാം നൂറ്റാണ്ടിൽ ആണ് ഇംഗ്ലണ്ടിൽ ഡിക്ഷണറി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം ആരംഭിക്കുന്നത്. അന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മഹാചാര്യന്മാരായിരുന്ന ജോണതൻ സ്വിഫ്റ്റ്, അതുപോലെ അലക്സാണ്ടർ പോപ്പ് തുടങ്ങിയ ബുദ്ധിജീവികൾ ഒരു നിഘണ്ടു ഉണ്ടാക്കണം എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തോടു കൂടി അതിനകത്ത് ജോണതൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഏറ്റവും അധികം താല്പര്യമെടുത്ത് അതിനെ മുന്നിട്ടിറങ്ങിയത്. ഇതേ സമയം തന്നെ ആണ് ഏകദേശം ഭൂമിയുടെ എല്ലാ ഭാഗത്തും തന്നെ ഇംഗ്ലീഷുകാരെ എത്തിച്ചേർന്നു കോളനൈസേഷൻ. ഈ ഒരു പശ്ചാത്തലത്തിൽ
ഇംഗ്ലീഷ് ഭാഷയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു നിഘണ്ടു വേണം എന്നവരാഗ്രഹിച്ചു. നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗമാകുമ്പോൾ ഭൂലോകത്തിന്റെ 80% വൻകരകളും യൂറോപ്പിന്റെ അധിനിവേശത്തിന് ഇരയായി തീരേണ്ടി വന്നു. ഒരു യൂറോസെൻട്രിക് വേൾഡ് വ്യൂവിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ യൂറോപ്പിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ലോകവീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ലോകം മുഴുവൻ പിടിച്ചെടുക്കുവാൻ ഇടയായി. അങ്ങനെ അതിൽ നിന്ന് പുറത്തു വരുവാൻ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിന് വിരോധമായിട്ട് അതിനൊരു പ്രത്യാഘാതം സൃഷ്ടിച്ചുകൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് 1971 എഡ്വേർഡ് സെയ്ൽ എന്ന് പറയുന്ന പാലസ്തീനിയനായിട്ടുള്ള ഒരു ലേഖകൻ, അദ്ദേഹം ഈ ന്യൂയോർക്കിലെ സർവകലാശാല ഇംഗ്ലീഷ് പ്രൊഫസറാണ്, ഓറിയന്റലിസം എന്നൊരു പുസ്തകം എഴുതുകയും അതിൽ കൂടെ പാശ്ചാത്യ ലോകം മുൻപോട്ട് വെച്ച അധിനിവേശത്തിന്റെ സംസ്കാരത്തിനെതിരെ ലോകം ശബ്ദിക്കാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു വന്നത് തുടങ്ങട്ടെ. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഈ നിഘണ്ടു എഴുതാനായിട്ട് കാരണം അല്ലെങ്കിൽ മുമ്പോട്ട് വരുത്താനായിട്ട് കാരണം ഭാഷയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഭാഷയെ സംരക്ഷിക്കണമെന്ന് ചോദിച്ചാൽ വാക്കുകൾക്ക് കൽപ്പിതമായ അർത്ഥങ്ങളുണ്ട്, നിർവചിക്കപ്പെട്ട അർത്ഥങ്ങളുണ്ട്. ആ നിർവചിക്കപ്പെട്ട ആ നിർവചനത്തിന്റെ പരിധിക്കകത്ത് വാക്കിന്റെ അർത്ഥത്തെ ഒതുക്കി നിർത്താൻ വേണ്ടിയാണ് നിഘണ്ടുവിൽ കൂടെ അല്ലെങ്കിൽ നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നതിൽ കൂടെ തയ്യാറാക്കുന്നതിൽ കൂടെ ഭാഷയുടെ ആധാരന്മാർ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു വന്നതിന് കാരണം ഈ അർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ വാക്കുകൾക്ക് ആശയങ്ങൾക്ക് കൽപ്പിതമായ അർത്ഥവും അതിനെ പരിമിതിയിൽ നൽകുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചും കൽപ്പിതമായ നിർവചനങ്ങൾ നൽകി അതിനെ പരിമിതിക്കകത്ത് നിർത്തുവാനുള്ള ഒരു ശ്രമത്തെ പുനർനിർവചിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് നമ്മൾ പരിചയപ്പെടുന്നത്. Redefining the meaning and role of the women in the society and the church. അപ്പോൾ തീർച്ചയായിട്ടും ഈ നിഘണ്ടുവിന്റെ എന്ന് പറഞ്ഞാൽ കൽപ്പിത അർത്ഥങ്ങളുടെ പരിമിതികളെ ലംഘിച്ചുകൊണ്ട് അർത്ഥതലങ്ങളുടെ വിശാലത അന്വേഷിക്കുന്ന മഹനീയമായിട്ടുള്ള ഗ്രന്ഥമാണ് ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഗ്രന്ഥം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിഭാഷണ പുസ്തകം അതിനകത്ത് ചരിത്രമുണ്ട്, മനഃശാസ്ത്രമുണ്ട്, വേദപുസ്തക പഠനമുണ്ട്, വേദശാസ്ത്ര ചിന്തകളുണ്ട്, വിമർശനങ്ങളുണ്ട്, അഭിനന്ദനങ്ങളുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനമുണ്ട്, ലോക സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനമുണ്ട്, സഭയെ വീക്ഷിക്കുന്ന വീക്ഷണമുണ്ട്, ഭാവിയിലേക്ക് നോക്കുന്ന പ്രതീക്ഷയുടെ വാക്കുകളുണ്ട്. അങ്ങനെ വളരെ വളരെ ശക്തമായ ആഖ്യാനത്തിലൂടെ തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടുന്നത് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ധരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 2017 വിഭാഷണം ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ വളരെ അടുത്ത് പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ച് ലൈംഗിക മിഷൻ എന്ന മിഷണറി പ്രവർത്തനത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകുവാൻ ദേവദാസ കുടുംബവും കാണിക്കുന്ന ആ നേതൃത്വ പാഠനത്തിന് അവരുടെ സമർപ്പണത്തിന് വളരെയധികം നന്ദിയും കടപ്പാടും ലൈംഗിക മിഷൻസ് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ ലൈംഗിക പബ്ലിക്കേഷൻ്റെ ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ്. ആ പുസ്തകം തന്നെ വളരെ വളരെ എന്താ പറയുക പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രസക്തി വളരെയധികം കൂടുന്നു എന്നുള്ളത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സെർബിയൻ സാഹിത്യകാരനായിരുന്ന പാവിച്ച് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ഒരു നോവൽ എഴുതിയ നോവലിൻ്റെ പേര് ഡിക്ഷണറി ഓഫ് ദ ഖസാർസ് എന്നാണ്. ഖസാറുകളുടെ നിഘണ്ടു എന്നാണ്. ഈ ഖസാറുകളുടെ നിഘണ്ടു എന്ന് പറയുന്ന ആ നോവലിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ 7-8 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഖസാറുകൾ എന്ന് പറയുന്ന ഒരു ഗോത്രമൊക്കെ ഉണ്ടായിരുന്നു. അലഞ്ഞിരിഞ്ഞ് നിൽക്കുന്നത് അവർ സൃഷ്ടിച്ച ഒരു സാമ്രാജ്യം, ഒരു രാജ്യമുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ റഷ്യ അതിനെ വിഴുങ്ങി. അപ്പോഴങ്ങനെ നാമാവശേഷമായി തീർന്ന ഖസാറുകളുടെ അവരുടെ ആ ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ചേർത്ത് പിടിച്ച് അതിനെ പുനർജീവിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ട്. അത് ഒരു സന്യാസി, ഒരു മങ്കാണ് അത് ചെയ്യുന്നത്. അദ്ദേഹം
ഈ കസാറുകളുടെ ഒരു നിഘണ്ടു പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ആകെപ്പാടെ 500 കോപ്പി മാത്രമേ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അതിനൊന്ന് മാത്രമേ ഈ റോമൻ, അതായത് ഈ റോമ സഭയുടെ ഇൻക്വിസിഷൻ അതിജീവിക്കാനായിട്ട് ഒന്നിനെ സാധിച്ചു. ആ പ്രതി എഴുതപ്പെട്ടത് വിഷലിപ്തമായ മഷി കൊണ്ടാണ്, വിഷം പറഞ്ഞ മഷി കൊണ്ടാണ്. അതിന്റെ പ്രത്യേകത, അത് വായിച്ച ആരും തന്നെ ഏകദേശം 9ാമത്തെ പേര് എത്തുമ്പോൾ മരിച്ചു വീണു എന്നാണ് ആ നോവൽ പറഞ്ഞത്. 9ാമത്തെ പേര്. അപ്പോൾ അതിന്റെ കൂടെ ഒരു കുറിപ്പുണ്ട്, 9ാമത്തെ പേര് എത്തുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെങ്കിൽ, ഒരു നോവ് അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ഒരുപക്ഷെ ജീവിക്കുന്നവരുടെ ഇടയിലല്ല നിങ്ങൾ എന്ന് ഓർത്തോണം എന്നൊരു അടിക്കുറിപ്പ് വരുന്നത്. ഞാൻ പറഞ്ഞു തന്നെ കാര്യം, ഗൗരവമേറിയ ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നില്ലെങ്കിൽ, നമ്മളെ നോവിക്കുന്നില്ലെങ്കിൽ, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നില്ലെങ്കിൽ, നമ്മളെ മാറ്റി ചിന്തിപ്പിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, നമ്മളൊരു പക്ഷേ ജീവിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ജീവൻ നഷ്ടപ്പെട്ടു, ചിന്തകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം വളരെയധികം നമ്മളെ നോവിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഞാനത് പല ആളുകളെയും വായിക്കാൻ അവസരം കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മളിലൂടെ, അനേകരിലൂടെ ഈ ഒരു വലിയ ആശയം, സ്ത്രീ ശാക്തീകരണത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ കൽപ്പിക്കുന്ന തുല്യതയുടെ ആ സന്ദേശം അനേകരിലേക്ക് എത്തിച്ചേരുവാൻ ഈ പുസ്തകം ശക്തമായ ഒരു ആയുധമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ ചരിത്ര മുഹൂർത്തത്തിൽ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം വായനക്കാർക്ക് നൽകുവാനും പ്രസിദ്ധീകരിക്കുവാനും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ ഇതിന്റെ പ്രസാധനയുടെ ഒരു പദ്ധതി എന്നുള്ള നിലയിൽ ഈ പുസ്തകത്തിന്റെ സ്ക്രിപ്റ്റ് വായിക്കുകയും എഡിറ്റിംഗ് നിർവഹിക്കുകയും പ്രൂഫ് റീഡിംഗ് നിർവഹിക്കുകയും അതുപോലെ തന്നെ പ്രിന്റിംഗ് വർക്ക് നിർവഹിക്കുകയും ചെയ്ത എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രിയ ബിജു പാസ്റ്റർ സുഹൃത്തും ഈ പുസ്തകത്തിന് അവതാരിക രചിച്ചതുമായ പാസ്റ്റർ ബ്ലസ്സിൻ ചെറിയനാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന മനോഹരമായ ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും സ്നേഹിതനുമായ ഞങ്ങളുടെ പ്രിയ ബിജുഡമണി, അദ്ദേഹത്തിന്റെ കുടുംബം, എൻ്റെ പ്രിയ മാസ്റ്റർ, അതോടൊപ്പം ഇന്ന് ഈ പുസ്തകം നമ്മുടെ മുന്നിൽ പ്രകാശനം ചെയ്ത് ആത്മീയ ലോകത്തിന് വേണ്ടി അവതരിപ്പിക്കുന്ന ശരൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന, വളരെ പതിറ്റാണ്ടുകളായി അതിന് ബന്ധമുള്ള അനുഗ്രഹീത ഭാഷകളും ശുശ്രൂഷകനും ആത്മീയ നേതാവുമായ ഞങ്ങളുടെ പ്രിയ ഫിനിച്ചാൻ, പ്രിയ സജു പാസ്റ്റർ, രക്തസ്നേഹിതനാണ്. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ശുശ്രൂഷയിലും വളരെ കേൾക്കാൻ നൽകിയിട്ടുള്ള ഒരു കുടുംബമാണ് പ്രിയ കുടുംബം. അതോടൊപ്പം ഇന്ന് ഈ വേദിയിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയരായ സംഗീതരായിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ വിനീതമായി വന്ദനം ചൊല്ലുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രിയ രഞ്ജിത്ത്, ഞാൻ ആലോചിച്ച വേളകളിൽ ഇവിടെ എല്ലാ മാർഗത്തിലും സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം പോയില്ല എന്നത് പിന്നെ ഞാൻ വിട്ടുപോയതിൻ്റെ ഭാഗ്യമാണ്. നിങ്ങളുടെ കുടുംബമായിട്ട് ബിജുള്ള വളരെ അടുത്തൊരു ബന്ധമാണ് ഞങ്ങൾ രണ്ടുപേരും വേദിയിലായിരുന്ന ഈ പുസ്തകത്തിൻ്റെ കഥാതത്വം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രൂപീകൃതമായപ്പോൾ മുതൽ അതിൻ്റെ നേതൃത്വത്തിൻ്റെ പുരോഗതിയുടെ ഓരോ മണ്ഡലങ്ങളിലും വ്യക്തമായ ഒരു ആശയ സംവേദനം ഞങ്ങളുമായിട്ടുണ്ടായിരുന്നു. ചില ഇടങ്ങളൊക്കെ
എത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ചോണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കൂടുതലും വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും വിവാദപരമായ ചർച്ചകൾ കൂടി ചിലപ്പോൾ ഞാൻ പോകില്ല. പേടിച്ചിട്ടാണെന്ന് വെച്ചാൽ സത്യം പേടിച്ചിട്ടാണ്. പിന്നെ നമ്മളാളുകൾ നമുക്ക് ജീവനോട് വെച്ചേക്കുന്നത് അതുകൊണ്ട്. എന്നാൽ ഉപദേശപരവും അതോടൊപ്പം തന്നെ സാമൂഹികവുമായി ഒരുപക്ഷെ വിശ്വാസ സമൂഹത്തിൻ്റെ ഏകദേശം 55% വരുന്ന സഹോദരിമാരെ സംബന്ധിച്ച ഈ പ്രമുഖമായ വിഷയത്തിൽ കൈവെക്കുവാൻ കരുത്ത് കാണിച്ച എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ ബിജു ഡൊമിനിക്കിനെ വിശേഷ അഭിനന്ദിക്കുന്നു. വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയത്തോട് തീവ്രമായി ഇടപെടുമ്പോൾ അല്ല, മനസ്സിൽ നമുക്ക് പ്രതിരോധമുള്ള ഒരു വിഷയത്തെ നാം കൈകാര്യം ചെയ്യുമ്പോൾ ഇടത്ത വശത്തൊരു കുഴിയുണ്ട്, നമുക്ക് സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞ് ആ കുഴി ഇടത്ത വശത്ത് സൂക്ഷിക്കാൻ പോയി വലതുവശത്തെ കൊക്കയിലേക്ക് വണ്ടി മറിയുന്ന ഒരനുഭവമാണ് പലപ്പോഴും പ്രസംഗകർക്കും എഴുത്തുകാർക്കും ഉണ്ടാകുന്നത്. എന്നാൽ വളരെ ബാലൻസ്ഡായിട്ട്, വളരെ ക്രമീകൃതമായിട്ട്, വളരെ പക്വതയോടുകൂടെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ എൻ്റെ പ്രിയ സ്നേഹിതൻ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ പുസ്തകം മുഴുവനായി വായിച്ചു തീർത്ത ഇവിടെ ഇരിക്കുന്നതിൽ ഒരാളായിട്ടുള്ള എനിക്ക് പറയുന്ന സന്തോഷമുണ്ട്. കാര്യം എന്നെ സാധാരണ പുസ്തകങ്ങളുടെ അവതാരികയും ആസ്വാദനവും ഒക്കെ എഴുതാൻ ആളുകൾ ക്ഷണിക്കുമ്പോൾ ഫോട്ടോ അയച്ചത് ഞാൻ എഴുതിയേക്കാം എന്ന് ഞാൻ പറയാറില്ല. സാധാരണഗതിയിൽ ആര് എന്നോട് എഴുതാൻ പറഞ്ഞാലും ഉടൻ തന്നെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പുസ്തകത്തിൻ്റെ ഒരു പ്രൂഫ് വാങ്ങി ആ പ്രൂഫ് നോക്കി മാക്സിമം വായിച്ചു തീർത്തതിന് ശേഷമാണ് ഞാൻ ഒരു പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ എഴുതാറുള്ളത്. ബുക്ക് അല്ലെങ്കിൽ പുസ്തകം എന്നതിനെക്കുറിച്ച് നിർവചിക്കുകയാണെങ്കിൽ ലളിതമായി പറയാൻ കഴിയുന്നത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സാഹിത്യ രൂപമാണ്. അതിൽ അറിവുണ്ട്, അനുഭവമുണ്ട്, ചിന്തകളുണ്ട്, ഭാവനകളുണ്ട്, ചിത്രങ്ങളുണ്ട്. ഇവയെല്ലാം അടങ്ങിയിരിക്കുന്ന മനോഹരമായ ഒരു വിരചിത ഗ്രന്ഥമാണ് പുസ്തകം, അല്ലെങ്കിൽ വിരചിതമായ ഭാവമാണ് പുസ്തകം എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഈ വിധത്തിൽ മനോഹരമായി കമനീയമായി വിരചിതമായിരിക്കുന്ന ഈ ഗ്രന്ഥത്തെ ആർത്ത ദൈവത്തെ സ്തുതികളുടെ മുന്നിൽ അതിനെ പരിചയപ്പെടുത്തുവാൻ ലഭ്യമായ സമയത്തിൽ ഞാൻ കൃതാർത്ഥതയോടെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യുകയും വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് ശേഷം ഇതിനെക്കുറിച്ചുള്ള ആസ്വാദനങ്ങളും എഴുത്തുകളും ഒക്കെ എഴുതിയിട്ടുള്ളത് നമ്മുടെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർ തന്നെയാണ്. തൂലികയിൽ ഏകദേശം 10 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചിന്താഗതികളിൽ തട്ടുമുട്ടുകളൊക്കെ വന്ന് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങ പക്വത വന്നിട്ടുള്ള നമ്മുടെ പ്രിയ ജോർജ് മാത്യു അച്ഛൻ പുതുപ്പള്ളി കർത്തൃ ശുശ്രൂഷയിൽ വളരെ ശക്തിയുക്തം പ്രയോജനപ്പെടുന്ന ചിലപ്പോഴെങ്കിലും ശുശ്രൂഷകളിൽ അനുഭവിച്ചിട്ടുള്ള തിക്തതകളെ കുറിച്ച് ഒരു സ്വതന്ത്രമായ വീക്ഷണമുള്ള അനുഗ്രഹീത കർത്തൃദാസ് ഷീലാദാസ്, അതോടൊപ്പം നമ്മുടെ ഇടയിൽ നിന്ന് അറിയപ്പെടുന്ന മിഷണറി, ആഫ്രിക്കൻ മിഷണറി ആയിരിക്കുന്ന കർത്തൃദാസ് സാജു ജോൺ മാത്യു, അതോടൊപ്പം വളരെ പ്രസിദ്ധനായ വേദാധ്യാപകൻ പാസ്റ്റർ എം സ്റ്റീഫൻ തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ധൈര്യം കാണിച്ചത് നമ്മുടെ പ്രിയ അച്ഛനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിയോളജിക്കലിയും സാഹിത്യപരമായും ലിറ്ററലിയും ഒക്കെ അദ്ദേഹം വളരെ അറിവുള്ളൊരു മനുഷ്യനാണ്. ആ നിലയിലൊക്കെ തികഞ്ഞ പക്വതയുള്ള ഭാവനകൾ ഉള്ളപ്പോഴും വിമർശനങ്ങൾ ഉള്ളപ്പോഴും അതിനെയൊക്കെ കൃത്യമായി തുലനം ചെയ്യുവാൻ, ബാലൻസ് ചെയ്യുവാൻ തക്ക പ്രാപ്തിയുള്ള ആളുകളുടെ കരങ്ങളിലൂടെയാണ് ഈ പുസ്തകം പുറമെടുത്ത് പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, പുസ്തകങ്ങൾക്കും വായനകൾക്കും ഒക്കെ പ്രസക്തി കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്ര പ്രസക്തി ഇന്നും കുറഞ്ഞിട്ടില്ല. ഈ പുസ്തകം വായിക്കുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറ്റൊരു സെമിനാറിൽ അന്ന് സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തകം ഒരിക്കലും പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് നാം വായിക്കരുത്. തെറ്റ് പ്രസംഗിക്കാതിരിക്കാൻ, അബദ്ധങ്ങളിൽ ചാടാതിരിക്കാൻ മാർഗദർശികളായിട്ട് പുസ്തകങ്ങൾ വായിക്കണം. തിരുവെഴുത്തിൽ പുസ്തകബന്ധനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന്, നീ ഇതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയുടെ കരത്തിൽ കൊടുക്കണം. അതിന്റെ അർത്ഥം അവന് അറിവുണ്ടാകേണ്ടതിന് കൊടുക്കണം. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്ന ഇതൊക്കെ നീ പുസ്തകത്തിൽ എഴുതി വെക്കണം, ഓർമ്മയ്ക്കായിട്ട്. അത് ചരിത്രമായിരിക്കണം.
മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്ന ഭാഗം ഇതാണ്: ഇത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതുന്നു. ആ ശൂരന്മാരുടെ പുസ്തകം വായിക്കുന്നവർ മോട്ടിവേറ്റഡ് ആകണം. അവർ പുതിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ അകത്തളങ്ങളിലുള്ള ചെറിയ തീനാളങ്ങൾ ദീപ്തമായി ജ്വലിക്കത്തക്ക നിലയിൽ അവർ ഉന്മേഷഭരിതരായി പ്രചോദിതരായി തീരണം. ഈ വിധത്തിൽ പുസ്തകങ്ങളെക്കൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ പുസ്തകങ്ങളുടെ ഉദ്ദേശശുദ്ധികളെല്ലാം നന്നായി അവതരിപ്പിക്കുന്ന വേദഭാഗങ്ങൾ തന്നെയാണ്. പ്രിയമുള്ളവരെ, ആ ഉദ്ദേശ സാധ്യതകളെയെല്ലാം ഏകദേശമെങ്കിലും സാധൂകരിക്കുന്ന, സാധ്യതപ്രായമാക്കുന്ന മനോഹരമായ ഒരു കൃതിയാണ്, ഗ്രന്ഥമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം. അതോടൊപ്പം തന്നെ ഇതിന്റെ ടൈറ്റിൽ തന്നെ സ്ത്രീകൾ മിണ്ടാതിരിക്കണമോ. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിണ്ടാതിരിക്കാൻ പ്രയാസമുള്ള ആളുകളാണ് സ്ത്രീകൾ. സ്ത്രീകൾ മിണ്ടാതിരുന്ന പ്രയാസം തുടങ്ങി എന്നാണ് അർത്ഥം. അപകടമാണ്. സ്ത്രീകൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അപകടമാണ്. എന്താ കാര്യം? പൊട്ടിത്തെറിക്കും, അത്രയോ പൊട്ടിത്തെറിക്കും. അത് എങ്ങനെ അറിയാൻ പാസ്? ഞാൻ കല്യാണം കഴിച്ച ആളല്ല, ഇതിന്റെ. അപ്പൊ സ്ത്രീകൾ മിണ്ടാതിരുന്നാൽ അപകടമാണ്. സ്ത്രീകൾ മിണ്ടുന്നതും ചില സമയത്ത് മിണ്ടുന്നതും അതിനേക്കാൾ വലിയ അപകടമാണ്. എപ്പം മിണ്ടണം, എങ്ങനെ മിണ്ടണം, മിണ്ടാതിരിക്കണം, അതെല്ലാം നന്നായി അവതരിപ്പിച്ചിട്ടുള്ള പുസ്തകമാണ്. ശുശ്രൂഷയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം, അതോടൊപ്പം തന്നെ ഏതൊരു കാര്യത്തിനും വളരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എവിടെയാണെങ്കിലും റിസപ്ഷനിൽ ഇരിക്കുന്ന കൂടുതൽ സ്ത്രീകളാണ്. എന്താ കാര്യം? വരുന്ന ഒരാൾ ഏത് ആശങ്ക കൊണ്ട് വന്നാലും വളരെ ലളിതമായി സൗമ്യമായി അവരോട് മറുപടി പറയാൻ കഴിയുന്ന ആളുകളാണ് സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സൗമ്യമായി സംസാരിപ്പാൻ, സോഫ്റ്റായി ഇടപെടുവാൻ കഴിയുന്ന നല്ല സാധ്യതകളുള്ള ആളുകളാണ്. അതോടൊപ്പം പഴയ നിയമത്തിലെ സ്ത്രീകളുടെ ചരിത്ര പ്രസക്തിയെക്കുറിച്ച് ഈ പുസ്തകം അവതരിപ്പിക്കുന്നു. പുതിയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവരാജ്യ വിസ്തൃതിക്കായി ദൈവസഭയുടെ പണിക്കായി അടിസ്ഥാനപരമായി ഉപയുക്തരായിത്തീർന്ന സ്ത്രീകളുടെ മനോഹര കരങ്ങളെയും ഉദ്യമങ്ങളെയും ഈ പുസ്തകം ശ്ലാഘനീയമായി അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച ഉപദേശ വിഷയങ്ങളിൽ, പൗലോസിന്റെ ലേഖനങ്ങളിൽ, സഭയുടെ ആധികാരികമായ ചരിത്ര ഭാഗങ്ങളിലൊക്കെ തമസ്കരിക്കപ്പെട്ടതും വെളിച്ചം വീശിയപ്പോൾ വികലമായി പോയതുമായ സ്ത്രീകളുടെ സാന്നിധ്യങ്ങളെയും ശുശ്രൂഷകളെയും പ്രസക്തിയെയും ഈ പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെക്കാൾ ബലഹീനയെന്ന് തിരുവെഴുത്തു തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന മനോബലങ്ങൾക്കും ശാരീരിക പ്രാപ്തികൾക്കും ശേഷികൾക്കും പരിമിതിയുള്ള സ്ത്രീകളുടെ മനോതലങ്ങളെയും അവരുടെ ചിന്തനങ്ങളെയും ഭാവനകളെയും അവരുടെ ചിന്താഗതികളെയും ഒക്കെ വല്ലാതെ ഈ പുസ്തകം പിന്തുടരുന്നുണ്ട്. ദൈവം ഉപയോഗിച്ച് പ്രസിദ്ധരായിട്ടുള്ള സ്ത്രീകൾ, അവരുപയോഗിച്ച സാധ്യതകൾ, അവരിലൂടെ ദൈവം ചെയ്തെടുത്ത അത്ഭുതങ്ങൾ, അവരെ ചരിത്രത്തിന്റെ ഭാഗമാക്കുവാൻ, തിളങ്ങുന്ന താരകങ്ങളാക്കുവാൻ ദൈവം അവർ പകർന്ന ഊർജത്തിന്റെ തോതുകൾ, തലങ്ങൾ, അളവുകൾ, അതൊക്കെ അതിന്റെ മാനത്തോടുകൂടെ ഈ പുസ്തകത്തിൽ അവതരിതമായിട്ടുണ്ട്. ദൈവം ഉപയോഗിച്ച ഇന്ത്യയിൽ പ്രസക്തരായി തീർന്ന രമാ പണ്ഡിറ്റ് ഭായിയെ പോലെയുള്ള അനുഗ്രഹീതരായ സ്ത്രീകളെ കുറിച്ചുള്ള ചരിത്ര ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതുന്നതായിട്ടുണ്ട്. ഏകദേശം 104 പേജുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയാം, മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ, അവതരണ ശേഷിയിൽ മികവുള്ള ശൈലി പുലർത്തിക്കൊണ്ട് അനുഗ്രഹീതമായ നിലയിൽ ഈ പുസ്തകം രചിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ, അതോടൊപ്പം ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ ഈ പുസ്തകത്തെ ആകർഷകമായി പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുവാൻ ഈ പുസ്തകത്തിന്റെ പ്രസാധകർക്കും ലേഖകർക്കും കഴിഞ്ഞിട്ടുണ്ടെന്നതിൽ അഭിമാനിക്കുന്നു. ഈ പുസ്തകം എന്നും ക്രൈസ്തവ കൈകളിലേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ചിലയിടങ്ങളിലൊക്കെ എഴുത്തുകാരൻ നമ്മുടെ ചിന്തയെ വല്ലാതെ ചൂടുപിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ചിന്തകളൊക്കെ ഒരുപക്ഷെ നമുക്ക് തോന്നും വല്ലാതെ ഒരു പാർശ്വവൽകൃതമായ, ഏകീകൃതമായ ഒരു ദിശയിലേക്ക് ഈ പുസ്തകത്തിന്റെ അറിവുകളെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന്. ഒരിക്കലുമില്ല. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുലനിതമായ, തത്തുല്യമായ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വേദചിന്തകളിലേക്കും അടിസ്ഥാനപരമായ ആ ഭദ്രതയിലുമൊക്കെ മടങ്ങി വരുന്നതിൽ വളരെ ഈ പുസ്തകം ശ്രദ്ധിച്ചിട്ടുണ്ട്. തികച്ചും നിങ്ങളുടെ വായനാശീലത്തിനും അറിവുകൾക്കും അനുഭവങ്ങൾക്കും വളരെ മുതൽക്കൂട്ടായിരിക്കും ഈ പുസ്തകമെന്ന് അഭിമാനപൂർവ്വം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവനാമ മഹത്വത്തിന്, ദൈവരാജ്യ വിസ്തൃതിക്ക് അനുഗ്രഹീതമായ ഈ പുസ്തകത്തെ നിങ്ങളുടെ മുന്നിൽ ഹല്ലേലൂയ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സമയം ആഗതമായിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഔപചാരികമായ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുന്നു. ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് റവറൻഡ് ഫിന്നി ജേക്കബ് അവരുകളാണ്. തീർച്ചയായിട്ടും
അതൊരു നിയോഗമായിട്ട് തന്നെ നമ്മളതിനെ കാണുകയാണ്. അങ്ങനെ അനുഗ്രഹീതനായിട്ടുള്ള ദേവദാസും നമുക്ക് ഇന്ന് മുഖ്യാതിഥിയായിട്ട് ലഭിച്ചത് വളരെ സന്തോഷമുണ്ട്. പ്രിയ ഫിനി ജേക്കബ് പാസ്റ്റർ, സിസ്റ്റർ ഷാൻഡി പ്രസിഡന്റ് ആദ്യ ബോധ്യം നൽകിക്കൊണ്ട് ഈ പ്രകാശനം നിർവഹിക്കുന്നു. ഈ സമയത്ത് ദയവായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുകയും സ്തോത്രത്തോടെ നമുക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യാം. അതിനുശേഷം പാസ്റ്റർ ഫിനി ജേക്കബ് അവരുടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതുമാണ്. ഈ പ്രകാശന കർമ്മം നിർവഹിക്കുമ്പോൾ പാസ്റ്റർ ബിനു ഡൊമിനിക് അതുപോലെ തന്നെ സിസ്റ്റർ അനു ബിജു എന്നിവരുടെ സ്റ്റേജിലേക്ക് വരണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിപരിശുദ്ധമായ തിരുനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ജീവിതത്തിൽ നിലനിർത്താനല്ല, ഈ പുസ്തക പ്രകാശനത്തിൻ്റെ പ്രോഗ്രാമിൽ പ്രാർത്ഥിച്ചാരംഭിച്ച KJ ജോസഫ്, സ്വാഗതം പറഞ്ഞ എൻ്റെ സ്നേഹിതൻ ബിനു ഡൊമിനിക്, അധ്യക്ഷ പ്രസംഗം നടത്തിയ ജോസഫ് മാത്യു, എനിക്ക് വളരെ സുഖിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പാർക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ തുടർന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ പോകുന്നത് സിസ്റ്റർ ഷാൻഡി ബ്ലസൻ. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ എൻ്റെ സ്നേഹിതനും അതുപോലെ ഞങ്ങളുടെ വീടുമായി ദീർഘകാല പരിചയമുള്ള ബഹുമാന്യ ദേവദാസൻ ജോസഫ് ബ്ലസൻ ചുരിക. തുടർന്ന് ആശംസകൾ ഒക്കെ പറയുവാനായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ദേവദാസന്മാരും, എനിക്ക് 2 വാക്ക് പറയണമെന്ന് വളരെ താല്പര്യമുണ്ട്. ഞാൻ ഈ ജനറൽ കൺവെൻഷൻ വരുമ്പോൾ അവിടെ ഈ ഷാരുണ്ട് ജനറൽ കൺവെൻഷൻ പ്ലീസ്, അതായത് പ്ലീസ് സാധാരണ പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് പ്രകാശനം ചെയ്യുന്ന 2 വാക്ക് പറയുന്ന ഒരു പാരമ്പര്യം ഉണ്ടെന്ന് ഞാൻ അതിലിങ്ങനെ കാണുന്നതുകൂടെ കൊണ്ട് അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെതായ റിമാർക്ക് അതുകൊണ്ടാണ് ഞാൻ തെളിയുന്നത്. അപ്പോൾ സാധാരണ പുസ്തക പ്രകാശനങ്ങൾ ചെയ്യുന്ന ഒരു സീരീസ് ഇങ്ങനെ ഒത്തിരി പേര് പുസ്തകം ജനറൽ കൺവെൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ശാരോൺ ജനറൽ ബോഡി ഞങ്ങളുടെ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ കൗൺസിലല്ലാതെ പകലൊക്കെ നടക്കുന്ന മീറ്റിങ്ങിൽ ഒക്കെ വെച്ച് ഒക്കെ ചെയ്താൽ മതി, ജനറൽ കൺവെൻഷൻ വേണം. അതുകൊണ്ട് അത് പിടിച്ചെടുത്ത് കളഞ്ഞില്ല. അവർ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. അതിലെനിക്ക് സന്തോഷം. തന്നെ ബഹുമാന്യ ദേവദാസൻ ബിജു ഡൊമിനിക്ക് വിളിച്ചത് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്കിവരെ നമ്മൾ തെറ്റു. എപ്പോഴും ബിജു ഏതാ, ബിനു ഏതാ, സജി ഏതാണെന്നും അറിയാൻ വയ്യാത്ത പോലെ, ചേട്ടനാണോ അനിയനാണോ ചിലപ്പോൾ തെറ്റും. ഈ പ്രാവശ്യം ചിലപ്പോൾ എനിക്ക് തെറ്റി. ഇദ്ദേഹം ഞാനുമായിട്ടുള്ള ബന്ധം നല്ലതാണ്. എന്നാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ഇവരായതുകൊണ്ട് എന്താ വാക്ക് പോലും ചിന്തിക്കാതെ ഏറ്റു കഴിഞ്ഞാണ് സജു എന്നെ വിളിച്ചു. ഞാൻ സജു എന്ന് പറയുന്നത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല, എൻ്റെ മരുമകനായിട്ട് ഞാൻ അറിയുന്ന കാലം വരെ ആ പേരാ വിളിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയുള്ള സദസ്സിൽ അത് അവോയ്ഡ് ചെയ്യുന്ന ആഗ്രഹമുണ്ടെങ്കിൽ പാസ്റ്റർ സജു എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, എന്താ പുസ്തകം എന്നറിയാം. നമ്മൾ എനിക്കൊന്നും അറിയത്തില്ല. വിളിച്ച ആളിനോടുള്ള വിശ്വാസവും ബന്ധമുണ്ട്. ഞാൻ പെട്ടെന്ന് യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതാ എൻ്റെ സംഭവം. അപ്പം ഞാൻ പറഞ്ഞു, സ്ത്രീ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന കാര്യം അതിലുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ട് വേണം ഇനി നമുക്ക് തുടർന്ന് പോകാൻ. അതിന് എൻ്റെ വ്യക്തിപരമായ വിശ്വാസവും അഭിപ്രായവും അത് ഇരിക്കട്ടെ. അത് എന്ത് തന്നെയായാലും ഞാൻ കേരളത്തിൽ ലോകവ്യാപകമായി മലയാളി പെന്തിക്കോസ്ത് പോലെ ഇങ്ങനെ ഇടയിൽ ഒരു പ്രാസംഗികനായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പം എൻ്റെ ഈ പ്രസംഗ വേദികൾ ദേവദാസൻ പറഞ്ഞതുപോലെ ഭയന്നാണ് ഓരോ കാര്യം പറയുമ്പോഴും വളരെ സൂക്ഷ്മതയോട് ആ പറയുന്നത്. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ തികച്ചും ഈ പ്രകാശനത്തിന് ഏറ്റത്. എന്നാൽ ഇവിടെ വന്ന് പ്രിയ പ്രസംഗം ഇതെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. എന്നാൽ ഞാൻ ആ പുസ്തകത്തിലൂടെ ഈ ഞങ്ങൾ പറയുന്ന സ്കിൻ ത്രൂ ചെയ്ത് ഞാൻ പെട്ടെന്ന് ഓടുക. അത് ഞാൻ അമേരിക്കയിൽ പഠിച്ച കാലത്ത് പഠിച്ച ഒരു പുസ്തകം വായിക്കുന്നത് ഇങ്ങനെ വായിക്കാമെന്ന് ഞാൻ പ്രൊഫസർ പറഞ്ഞു. അതുകൊണ്ട് മണ്ടയ്ക്കൊക്കെ ഇങ്ങനെ താഴോട്ട് വന്ന് പേജ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് എല്ലാവരും നിന്ന് വായിച്ച് ഈ പുസ്തകം ഏതാണ്ട് തീരാറായപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം
എൻ്റെ വീട്ടിൽ ശുശ്രൂഷിക്കുന്ന മക്കളും ഭാര്യയും ഒക്കെയുള്ള ഒരു വീടായതുകൊണ്ട് സ്ത്രീകൾക്ക് സഭയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് വളരെ ബോധവും വളരെ താല്പര്യവും വളരെ സന്തോഷമുള്ളതാണ്. അപ്പോൾ ഇവരെ വിടാതിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിന് നല്ലവണ്ണം അതിൻ്റെ കണ്ടൻസ് അവതരിപ്പിച്ച് ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നല്ലവണ്ണം അതിൻ്റെ കണ്ടൻസ് അവതരിപ്പിച്ച് മനോഹരമായ ഒരു പുസ്തകം രചിച്ച ബഹുമാനപ്പെട്ട ജൂലി പാസ്റ്ററോടുള്ള സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ഈ പുസ്തകം ഞാനിവിടെ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. കൊടുത്ത് വാങ്ങിച്ച് അത് പൊട്ടിച്ച് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കതിനെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. വളരെ മനോഹരമായി അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്രമത്തിലേക്ക് ഞാൻ പോവുകയാണ്. എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, സ്ത്രീകൾ വളരെ ശക്തിമത്തായി ഈ കാലഘട്ടത്തിൽ ലോകവ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ദ പെന്തിക്കോസ്റ്റ് മിഷൻ അവരുടെ പ്രവർത്തനത്തിൻ്റെ വളർച്ച ഇപ്പോഴും കോവിഡ് കാലഘട്ടത്തിൽ രഹസ്യം നമ്മൾ കണ്ടുപിടിച്ചാൽ സിസ്റ്റേഴ്സ് മദേഴ്സ് അവർ എന്തെങ്കിലും അരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അരികിൽ വീട്ടിൽ ചെന്നിരുന്ന് പാത്രം കഴുകുന്ന സഹോദരൻ്റെ അരികിൽ ചെന്ന് ആവശ്യമെങ്കിൽ കഴുകാൻ മനസ്സോടെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സുവിശേഷം പറഞ്ഞ് അവരെ സഭയിൽ കൊണ്ടുവന്ന മൂപ്പന്മാർ അവരെ പിന്നെ വിടാതെ സൂക്ഷിക്കുന്ന ആ പ്രക്രിയയാണ് എൻ്റെ വലിയ പരിസ്ഥിതിയുമായി ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളെല്ലാവരും ഈ പുസ്തകം ഇതിനാൽ കണ്ടോന്ന് കണ്ടിട്ടില്ല, വായിക്കുകയും മറ്റുള്ളവർക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ച് ഇപ്പോഴേ വളരെ സന്തോഷത്തോടെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുകയും ഈ അവസരത്തിൽ ഈ പുസ്തകം രചിച്ച പ്രിയ ബിജു ഡൊമിനിക്കിനോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തി. അപ്പോൾ തന്നെ ഈ പുസ്തകം ബഹുമാന്യ സിസ്റ്റർ ഷാൻഡി പ്ലസ് നൽകി ഇതിനെ പ്രകാശനം ചെയ്യുവാനാണ് ഞാൻ താല്പര്യം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ പുള്ളിക്കാരനെ കൊടുക്കാൻ പോകും. അങ്ങനെ നിങ്ങൾ കണ്ടു കാണുന്നതിന് മുമ്പ് ആദ്യമാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം ഒരു വേഗം ഒരു വലിയ വാർത്തയാണ്. തുറന്നു കഴിയുമ്പോൾ ന്യൂസ് നമ്മൾ ഒരിക്കലേ കണ്ടിട്ടില്ല. അത് പരിമണം ആണ് നമ്മുടെ യുവാക്കളുടെ എഴുതുവരെ ഓർമ്മയിലും ഈ പുസ്തകം അപ്പോൾ പലകാലം പരിശുദ്ധ പിതാവേ, അവിടുത്തെ നാമത്തിൽ നിന്റെ ഭക്തൻ രചിച്ച ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുവാൻ പ്രിയ അച്ഛന് താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന വിഭാഗത്തിലെ പബ്ലിക്കേഷൻസ് ലൈറ്റ് ഹൗസ് പബ്ലിക്കേഷനിലൂടെ വന്നത് ഇത് അനേകർക്ക് പ്രകാശം പകരുന്ന ഒരു വസ്തുതയായി തീരുമാനം. കർത്താവിൻ്റെ നാമത്തിൽ ഇതിനെ അനുഗ്രഹിച്ച് നിന്റെ മക്കളെ ഏൽപ്പിക്കുന്നു. തുടർന്ന് ഇത് വളരെ ശക്തിയോടെ വ്യാപിപ്പാൻ ഇടവരട്ടെ. അനേകർ വായിക്കട്ടെ. പുസ്തകം വായിക്കുന്നത് ബ്രെയിന് കർത്താവെ ലൈവിൽ ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. ഇന്ന് വായന കുറഞ്ഞു പോയതുകൊണ്ട് കർത്താവെ സംഭവിച്ചിരിക്കുന്ന അപകടം, സുവിശേഷം, തിരുവെഴുത്തുകൾ അവരുടെ വായന കുറഞ്ഞു പോയിരിക്കുന്നുണ്ട്. അവർ തളർന്നു. കർത്താവെ തുടരാൻ അനുവദിക്കാതെ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലൂടെ തിരുവെഴുത്തുകൾ വീണ്ടും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകം ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ മകൾക്ക് ഇപ്പോൾ നൽകുന്നു. അങ്ങനെ ഇതിനെ ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു.
ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൻ്റെ എഴുതാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായം പറയാനും അതുപോലെ തന്നെ പാസ്റ്ററുടെ എഡിറ്റിങ്ങിനൊക്കെ സഹായിക്കാനൊക്കെ കർത്താവ് എനിക്ക് സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്കുണ്ടാകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല വന്നത്. വലിയ ദാസന്മാരൊക്കെ നിൽക്കുന്ന സ്റ്റേജിൽ ഒരു ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ജാഗ്രത എനിക്ക് വളരെയധികം അനുഭവപ്പെടുന്നു. എങ്കിലും ഈ പുസ്തകത്തിലെ കണ്ടന്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വരണം. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ അമ്മയായി, മകളായി, ഭാര്യയായി, സഹോദരിയായി, മുത്തശ്ശിയായി, അങ്ങനെ പല റോളുകളിൽ ഓരോ സ്ത്രീകളും എത്തുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, ഒരു സഭയിലാണെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരുണ്ട്, പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ട്, പ്രവാചകിമാരുണ്ട്. അങ്ങനെ പല രീതികളിൽ ശുശ്രൂഷയും സ്ത്രീകൾ പ്രയോജനപ്പെടുവാൻ കഴിവും സാമർഥ്യവും ദൈവകൃപയുമുള്ള സ്ത്രീകളുണ്ട്. എന്നാൽ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ തീർച്ചയായും ഈ പുസ്തകം വളരെ ഒരു മാറ്റത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്രിയ സഹോദരൻ പാസ്റ്റർ ബിജു ഡൊമിനിക് അത്രയും നല്ലൊരു ഉദ്യമത്തിലേക്ക് മുന്നോട്ട് വന്നത് വളരെയധികം ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ വളരെയധികം ഹൃദയമായി ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് മുൻപോട്ട് വരുവാൻ ഈ പുസ്തകം ഒരു മുതൽക്കൂട്ടായിത്തീരും, അല്ലെങ്കിൽ ഒരു ആദ്യ ചവിട്ടുപടിയായിത്തീരുമെന്ന് ഞാൻ കരുതുകയാണ്. വീട്ടിൽപ്പെട്ട തിരുപ്പാടിന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പുസ്തകം ഒരു കാലത്ത് സ്ത്രീകളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയതുപോലെ ആത്മീയ രംഗങ്ങളിൽ ഈ സ്ത്രീകൾ ഉണ്ടാക്കിയിരിക്കാമോ എന്നുള്ള പാസ്റ്റർ ബിജു ഡൊമിനിക്കിന്റെ പുസ്തകവും അതുപോലെ മാറ്റമുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷിച്ച് അതുപോലെ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിച്ച് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരും ഇതിലേക്ക് മാറാം. തുടർന്ന് നമുക്ക് ഒരു ഗാനം ആസ്വദിക്കാം. ബ്രദർ സോമൻ. കണ്ണിൻ
സ്വാഗതം. തുടർന്ന് ആശംസകൾ അറിയിക്കാനുള്ള അവസരങ്ങളാണ്. ആദ്യമായിട്ട് ഈ പുസ്തക പ്രകാശന ഈ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ലൈഫ് മിഷൻസിൻ്റെ നാഷണൽ പ്രയർ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ രഞ്ജിത്ത് പണിക്കർ ചില വാക്കുകൾ സംസാരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന സദസ്സിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷമായിട്ടുള്ള ഒരു സമയത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾ മിണ്ടാതിരിക്കണം. ഈ വിഷയത്തെ വളരെ ആധികാരികമായി വളരെ മനോഹരമായി കർത്താവിന്റെ ദാസൻ പ്രിയ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പാസ്റ്റർ ബിജു ഡൊമിനിക് അവர்கள் നന്നായി രചിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സ്ത്രീകൾ മിണ്ടാതിരിക്കണമോ എന്ന വിഷയത്തെ നമുക്ക് ബൈബിളിൽ ഉടനീളം സ്ത്രീകളെ കുറിച്ച് പരാമർശിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ നിയമസഭയ്ക്ക് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യത കൽപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകം മേൽ പറഞ്ഞ വിഷയങ്ങളെ ആധികാരികമായി ചർച്ച ചെയ്യുന്നു. വാസ്തവമായി ഈ പുസ്തകത്തിൽ ദൈവം തൻ്റെ ഹൃദയത്തിൽ കൊടുത്ത ഏറ്റവും വലിയ ഭാരമാണ് താൻ വളരെ മനോഹരമായി ഇത് രചിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലൈറ്റ് ദ വേൾഡ് മിഷൻ കേരള പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ബിജു ഡൊമിനിക് അവരാൽ രചിക്കപ്പെട്ട ഈ മനോഹരമായ പുസ്തകം കേരളക്കരയിലെ വിശ്വാസ സമൂഹത്തിലും പാസ്റ്റേഴ്സിനും ഒരു വീണ്ടും വിചാരത്തിന് ഉതകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അദ്ദേഹത്തിനാൽ രചിക്കപ്പെട്ട ഈ പുസ്തകം ഞങ്ങൾക്ക് ലൈറ്റ് ദ വേൾഡ് മിഷൻ ഫാമിലിക്ക് ഒരു അഭിമാനമാണ്. ലൈറ്റ് ദ വേൾഡ് മിഷൻസ് പബ്ലിക്കേഷൻസ് വിഭാഗം ആയ ലൈറ്റ് ഹൗസ് പബ്ലിക്കേഷൻസ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വളരെ സന്തോഷിക്കുകയാണ്. ലൈറ്റ് ദ വേൾഡ് മിഷൻസിന്റെ ഓരോ ചുവട്, ഇതിന്റെ വളർച്ച, ഇതിനകത്ത് ദൈവം ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പ്രിയ റവറൻഡ് ഡോക്ടർ ജോസഫ് മാത്യു അവരെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട്. ഇനി ഇതിന്റെ വളർച്ചയ്ക്ക് പല നിലയിലും ഇതിന് ഉയർച്ചകളും വളർച്ചയും ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ലൈറ്റ് ദ വേൾഡ് മിഷൻ ഡയറക്ടർ എന്ന നിലയിൽ ലൈറ്റ് ദ വേൾഡ് മിഷൻ ഫാമിലിയുടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേക പുസ്തകങ്ങൾ കർത്താവിന്റെ ദാസൻ എഴുതട്ടെ. അനേക ക്രിസ്ത്യ സമൂഹത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആശംസ അറിയിക്കുന്നത് ഒരുപാട് ഏഷ്യാനെറ്റ് ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്റർ ലൈറ്റ് ദ വേൾഡ് മിഷൻസിൻ്റെ വളരെ നല്ല ഒരു ഹൃദയകാംക്ഷിയും അതോടൊപ്പം തന്നെ മാവേലിക്കര ചാപ്റ്ററിൻ്റെ നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ ബിജു ഇബ്രഹാം അവർ മുമ്പോട്ട് വന്ന് ഇപ്പോൾ ആശംസകൾ അറിയിക്കും. വളരെ അനുഗ്രഹീതമായ ഈ പ്രത്യേക സമയത്തിനായി നമ്മൾ സ്തുതിക്കുന്നു. ഈ വിജയദേശം നടത്തിയവർ നമ്മുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത രാമദാസിൻ്റെ ഫിനിജീവർ ഈ പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ച രാമദാസൻ പ്രസംഗസഞ്ചലിനാണ് ഇത് പ്രകാശനം ചെയ്ത് നമ്മളെ കാണിച്ച സിസ്റ്റർ
ഇതിൻ്റെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ ജോലി ബേൽ പാസ്റ്റർ, സനി പാസ്റ്റർ, അജിത് പണിക്കർ, ബേൽ പാസ്റ്റർ ദേവസ്മാരെല്ലാം ഓർക്കുന്നു. എല്ലാവരെയും നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായ നിലയിൽ പുസ്തകത്തെക്കുറിച്ച് നാം കേട്ടു. സ്ത്രീകൾ മിണ്ടാതിരിക്കണമോ എന്നുള്ള ചോദ്യമാണ്. കർത്താവദാസൻ സ്ത്രീകൾ മിണ്ടാതിരിക്കരുത് എന്നുള്ള നിലയിലാണ് ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, സ്ത്രീകൾ മിണ്ടാതിരിക്കാൻ പാടില്ല. അത് കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും കർത്താവിൻ്റെ വേലയിൽ ഒരിക്കലും മിണ്ടാതിരിക്കരുത്. കർത്താവിൻ്റെ വേലയിൽ മുൻപന്തിയിലേക്ക് അവർ വരണം എന്നുള്ള ലക്ഷ്യത്തെ ആസ്പദമാക്കിയാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സുവിശേഷത്തിൻ്റെ പരമപ്രധാനമായ സന്ദേശം മഗ്ദലക്കാരി മറിയാണ് ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അവിടെ മുതൽ കർത്താവ് വളരെ ആധികാരികമായി സഹോദരിമാർ അല്ലെങ്കിൽ സ്ത്രീകൾ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് വരണമെന്ന് കർത്താവ് പോലും ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന്, പ്രത്യേക വിശ്വാസ സമൂഹത്തിന്, ആത്മീയ ശുശ്രൂഷയിൽ അനേക സഹോദരിമാർ മുമ്പോട്ട് കടന്നു വരുന്നതിന്, കർത്താവിൻ്റെ വേലയെ ശക്തിപ്പെടുന്നതിന് കാരണമായി തീരുമെന്ന് പ്രത്യാശിക്കുന്നു. ഇതുപോലൊരു ഉദ്യമം ഏറ്റെടുത്ത് കർത്താവിൻ്റെ ദാസന് അഭിനന്ദനം അറിയിക്കുന്നു. ഇതിൻ്റെ പുസ്തകം പ്രകാശനം ഏറ്റെടുക്കുവാൻ ലൈറ്റ് വെയ്റ്റ് മിഷൻ്റെ ലൈറ്റ് ഹൗസ് പബ്ലിക്കേഷൻ ധൈര്യം കാണിച്ചതിൽ അതിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. ഈ എല്ലാവരെയും, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, ഇതിന് കൈത്താക്കൾ കൊടുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ മുൻപിൽ വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. അടുത്തതായിട്ട് നമുക്ക് ആശംസ അറിയിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് നടക്കുവാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തെന്ന പാസ്റ്റർ സാജു മവേക്കര, നമ്മുടെ പ്രിയ ബിലി പാസ്റ്റർ സുഹൃത്തും, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം കീഴ്ത്താങ്ങാൻ നൽകുന്ന ഒരു ശുശ്രൂഷയിലെ പങ്കാളിയുമാണ്. മാന്യ ദേവദാസനെ ആശംസിക്കാൻ വെച്ചു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ, പ്രത്യേകിച്ച് നമ്മളെല്ലാവരുടെ കൂടി വരുവാൻ കാരണക്കാരനായി മാറിയ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ക്രിസ്തുവിൻ്റെ സഹോദരനും ഒരുമിച്ച് കർത്താവിൻ്റെ പ്രദേശത്ത് ക്രിസ്തുവിൻ്റെ പടയാളിയായി ശക്തനായി നിൽക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ബിജു ഡൊമിനിക് അവറുകൾ ഇന്ന് ഈ പുസ്തക പ്രകാശനം നടത്തിയ നമുക്ക് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തി തരുവാൻ കർത്താവിൽ നിയുക്തനായ കർത്താവദാസൻ ഡോക്ടർ ഫിന്നി ജേക്കബ് അവറുകളും ഈ പുസ്തകം എന്താണ്, അതിൻ്റെ ഉള്ളടക്കം, ആശയം, അതൊക്കെ നമുക്ക് വളരെ ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കത്തക്കവണ്ണം ഒരു പുസ്തകം വായിക്കുന്നതിന് തുല്യമാണ് നമ്മെ അത് മനസ്സിലാക്കി തന്ന ക്രിസ്തുവിൻ്റെ സഹോദരൻ, സ്നേഹിതൻ, അഭിഷേകൻ പാസ്റ്റർ പ്രസൻ ചെറിയനാട് ഈ പുസ്തകം നമുക്ക് പ്രകാശനത്തിൽ ഏറ്റുവാങ്ങിയ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഷാൻഡി ലസൻ, മറ്റ് അനുഗ്രഹീതരായ ഈ സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീതരായ അഭിഷേകന്മാർ, ക്രിസ്തുവിൽ സഹോദരനെ ഞാൻ സ്നേഹിക്കുന്ന പാസ്റ്റർ ബിനോ ഡൊമിനിക്, പാസ്റ്റർ ബിജു എബ്രഹാം, മറ്റ് രഞ്ജിത് പണിക്കൽ പാസ്റ്റർ, മറ്റെല്ലാ അനുഗ്രഹീതരായ ദേവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഈ സന്തോഷവേളയിൽ ലോകത്തിന്, മലയാളി സമൂഹത്തിന് ഇങ്ങനെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്ന ഈ നിമിഷം ഇവിടെ സന്നിഹിതനായിരിക്കാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. സ്ത്രീകൾ ശുശ്രൂഷയിൽ സഭയിൽ മിണ്ടാതിരിക്കണമോ എന്ന ചോദ്യം ഇന്നും മറുപടി കിട്ടാതെ, ഇങ്ങനെ അതിന് പൂർണ്ണമായ വ്യക്തമായ മറുപടികളില്ലാതെ സ്ത്രീകൾ എവിടെയൊക്കെയോ പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ പുസ്തകം ആ ചോദ്യത്തിന് ഒരു മറുപടിയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിശ്ചയമായും സഹോദരിമാർക്ക് ശുശ്രൂഷകളിൽ പങ്കാളിത്തമുണ്ട്. വചനം ജഡമായി മാറിയതാണ് സുവിശേഷം.
വചനം ജഡമായി ഭൂമിയിൽ അവതരിച്ചതാണ് മാനവജാതിയുടെ രക്ഷയ്ക്ക് കാരണമായി മാറുന്നത്. ആ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ വക്താവായി ലോകത്തിൽ ആ സുവിശേഷത്തെ കൈമാറാൻ ദൈവം തിരഞ്ഞെടുത്തത് മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ. വചനം ജഡമായ അവരുടെ ഉദരത്തിൽ ജഡമായി തീർന്നു. ലോകത്തിൻ്റെ മുഴുവൻ സമാധാനത്തിനും ശാന്തിക്കും രക്ഷയ്ക്കും കാരണമാകാൻ ആ വചനത്തെ അവൾ ശരീരത്തിൽ വഹിച്ചു. എലിശബത്തിന്റെ അടുക്കൽ ചെന്ന് വന്ദനം പറയുമ്പോൾ ഈ സുവിശേഷം ചുമന്നുകൊണ്ട് ചെന്നു പറഞ്ഞവരുടെ വാക്കിൽ സുവിശേഷത്തിന്റെ ശക്തിയും ജീവനും വ്യാപരിച്ചു. എലിശബത്തിന്റെ ഉള്ളിൽ കിടന്ന പിള്ള തുള്ളി ആത്മാവിൽ നിറഞ്ഞുവെന്ന് ആ പുസ്തകത്തിൽ വായിക്കുന്നു. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണർവിൻ്റെ ഒന്നാമത്തെ വ്യക്തിത്വമായി ലോകത്തിൽ സുവിശേഷത്തെ കൊണ്ടുപോയി കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ഒരു സഹോദരിയാണ്. ഈ ലോകത്തിന് സുവിശേഷത്തെ കൈമാറാൻ ദൈവം ഉപയോഗിച്ചത് ഒരു സ്ത്രീയാണ്. പൗലോസിന്റെ ഒരു ചോദ്യമാണ് ഇന്ന് നമുക്കെല്ലാം സംശയവും നമ്മുടെ എല്ലാം ചിന്തകളിലും പല സഹോദരിമാർക്ക് മുന്നോട്ട് വരാൻ കഴിയാവുന്നതൊക്കെ അവർ ഒതുങ്ങിപ്പോയതും ശുശ്രൂഷകൾ. എന്നാൽ അതേ പൗലോസ് തന്നെ റോമാലേഖനം 16-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു സഹോദരി കെൻബറയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഡീക്കനായ പ്രീച്ചറും ടീച്ചറും ഒക്കെയായ സഭയിൽ ശുശ്രൂഷകളിൽ സഹകരിച്ച് പ്രവർത്തിച്ച സഹോദരി ഫേബയെ കുറിച്ച് അതേ പൗലോസ് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അതേ അധ്യായത്തിൽ തന്നെ നാം വായിക്കുമ്പോൾ പൗലോസ് എടുത്തു പറയുന്നു, ശുശ്രൂഷയിൽ കർത്താവിന്റെ വേലയിൽ എൻ്റെ കൂട്ടു സഹോദരങ്ങളായ പ്രിസ്കയെയും അക്വിലാവിനെയും ഒക്കെ വെളിപ്പെടുത്തി പറയുന്നു. അവിടെയെല്ലാം പൗലോസ് ശുശ്രൂഷകൾ കൂട്ടുവേലക്കാരായി പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ സഹോദരിമാരുടെ പേര് മാറ്റിവെച്ചില്ല, മറച്ചു വെച്ചില്ല, വെളിപ്പെടുത്തി തന്നെ പറയുന്നു. അതിൻ്റെ എല്ലാം അർത്ഥവും പ്രാധാന്യവും സഹോദരിമാർക്ക് ശുശ്രൂഷയിൽ ഒരു പങ്കാളിത്തം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നത് തന്നെയാണ്. ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു ഈ പുസ്തകം ഒരറിവ് പകരാൻ വേണ്ടി മാത്രമല്ല, ഇത് ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ സഹോദരിമാർക്ക് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും ദൈവസഭയുടെ കെട്ടുപണിക്കുമുള്ള ഒരു ശുശ്രൂഷയുടെ നിയോഗമായി മാറട്ടെ എന്ന് കർത്താവിൽ ഞാൻ പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇത് ഇന്ന് മലയാള ഭാഷയിലാണ് അച്ചടിച്ച് പ്രതികൾ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നത്. ലൈറ്റ് ഹൗസ് പബ്ലിക്കേഷൻ ആ ചുമതല ഏറ്റെടുത്ത് വളരെ നന്നായി ആ കാര്യങ്ങൾ ചെയ്തു. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട എല്ലാ ദൈവദാസന്മാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും അവരുടെ ശുശ്രൂഷകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവദാസൻ പ്രിയാക്ഷൻ പറഞ്ഞപ്പോൾ ഇത് ആദ്യത്തെ പുസ്തകമാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. ഇനിയും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ലോകത്തിന് കൈമാറാൻ, ക്രൈസ്തവ കൈകളിലേക്ക് സമ്മാനിക്കാൻ ദൈവം ഈ പ്രസ്ഥാനത്തെ ഉപയോഗിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം വരും ദിവസങ്ങൾ മലയാളത്തിൽ മാത്രമല്ല അനേക ഭാഷകളിൽ അത് തർജ്ജമ ചെയ്ത് അനേക ഭാഷകളിൽ ഉള്ളവർക്ക് ഒരനുഗ്രഹമായി ശുശ്രൂഷകളിൽ അനേക സഹോദരിമാർ മുന്നോട്ട് വന്ന് ദൈവത്തിന്റെ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കാൻ നിയോഗത്തോടെ പുറത്തു വരുന്ന ദിവസങ്ങളായി വരും ദിവസങ്ങൾ മാറട്ടെ. അതിന് ഈ പുസ്തകം സഹോദരിമാർക്ക് ഒരു പ്രചോദിതമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും എൻ്റെ പ്രിയ സഹോദരന്റെ പ്രവർത്തനങ്ങളെ ദൈവം തുടർന്നും മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാവേലിക്കര പ്രൈസിറ്റി റിവൈവൽ ചർച്ചിന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഞാനും പ്രിയ ബിജു ഡൊമിനിക് പാസ്റ്ററും ബിനോ ഡൊമിനിക് പാസ്റ്ററും നേതൃത്വം നൽകി സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും വലിയ ആത്മീക കൂട്ടായ്മയായ മലയാളി പെന്തക്കോസ്റ്റ് യൂത്ത് ഫ്രണ്ട്സ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ എല്ലാ അഡ്മിൻസിന്റെയും മെമ്പേഴ്സിന്റെയും പേരിലുള്ള എല്ലാ അനുമോദനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ ഫോർ യുവർ വണ്ടർഫുൾ വേർഡ്സ്. അടുത്തത് ആശംസ അറിയിക്കുന്ന പാസ്റ്റർ അനൂപ്. പ്രൈസ് ഗോഡ്. വീട്ടിലായിരിക്കുന്ന കർത്താവിൻ്റെ വിശിഷ്ട ദൈവദാസൻ സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, മാതാപിതാക്കൾ, അമ്മമാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തെ സ്നേഹവും വന്ദനം അറിയിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകയായി തീരുവാൻ ദൈവം ഞാൻ കുടുംബമായി ഒരുക്കിയ അവസരത്തിന് നന്ദി പറയുകയാണ്. സ്ത്രീകൾ മിണ്ടാതിരിക്കണം
എന്ന വിഷയമാണ് ഒരു പുസ്തകമായി എൻ്റെ പ്രിയപ്പെട്ട ബ്രദറിലോ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ റിലീസിംഗ് ആയിരുന്നു. ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇതിവൃത്തം വൺ ലൈനിൽ പ്രിയപ്പെട്ട ദേവദാസനോടെ പ്രസ്താവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ക്രൈസ്തവ കൈകളിലേക്ക് മാത്രമല്ല ഒരു സെക്യുലർ വേൾഡിനും ഈ പുസ്തകം ഒരു അനുഗ്രഹമായിരിക്കും. കാര്യം ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾ മിണ്ടാതിരിക്കണമോ, സഭയിൽ എന്ന് പറഞ്ഞിട്ടില്ല, സ്ത്രീകൾ മിണ്ടാതിരിക്കണമോ. അതിന് മേളിൽ കൊടുത്തിരിക്കുന്ന സ്ത്രീകൾ ശുശ്രൂഷയിൽ പറയുന്ന പ്രവണതയ്ക്കെതിരെ. പക്ഷേ ഈ സ്ത്രീകൾ മിണ്ടാതിരിക്കുന്ന എന്ന ചോദ്യം വരുമ്പോൾ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് സ്ത്രീ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. നമ്മൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ ഏകദേശം ഒരു ദിവസം 10,000 വാക്കുകൾ സംസാരിക്കും. ഒരു പുരുഷൻ ഏകദേശം 3,000 വാക്കുകൾ സംസാരിക്കത്തുള്ളൂ. അതിനകത്ത് തന്നെ സ്ത്രീകൾ മിണ്ടാതിരിക്കരുത് എന്നുള്ളതാണ് കർത്താവിൻ്റെ പ്ലാനിങ്. 16,000 വാക്കുകൾ അത് അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, ഒരു ദിവസം സംസാരിക്കുവാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാണ് സ്ത്രീ. 3,000 വാക്ക് മാത്രമേ ഒരു പുരുഷന് സംസാരിക്കാൻ. അതുകൊണ്ടാണ് പലപ്പോഴും പുരുഷന്മാർ സ്ത്രീകൾ സംസാരിക്കുന്ന സമയത്ത് മുകളിലും ചില വാക്കുകളിലും മാത്രം അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കി പോകുന്നത്. അത് കുടുംബജീവിതത്തിലും മറ്റു പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങളായി സൃഷ്ടിക്കാൻ സാധ്യത ഉള്ളപ്പോഴും ദൈവം അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. നീതിസാരം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതിനകത്ത് പറയുന്നത് സ്ത്രീകളെ പറ്റിയാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. കാരീഷ് മന്ത്രി, കരുണേഷ് ദാസി, യോഗേഷ് ലക്ഷ്മി, ക്ഷമയാ ദരിദ്രി, സ്നേഹേഷ് മാത, ശൈലേഷ് വീക്ഷി, അഷ്ടകർമ്മധാരി, കുലധർമ്മ ഭക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമായിട്ടാണ് ദൈവം നീതിസാരത്തിൽ ആ ഗ്രന്ഥകർത്താവ് പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനും ഉത്തമയായ ഒരു വ്യക്തിത്വമായിട്ടാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സ്ത്രീ മിണ്ടാതിരിക്കണമെന്നുള്ള പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചതുകൊണ്ടാണ് ഈ ഗ്രന്ഥകർത്താവായ എൻ്റെ അളിയൻ ഈ പുസ്തകം സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അതെനിക്ക് ഉറപ്പാണ്, ഒരു വിപ്ലവാത്മകമായ, ഒരു സംഘർഷഭരിതമായ ഒരു വളർച്ച, ഉയർച്ച ഇത് ആത്മീയ ലോകത്തും സെക്കുലർ വേൾഡിലും ഒരുപോലെ ഉണ്ടാകട്ടെ. ദൈവം അതിനുവേണ്ടി ധാരാളമായ കൃപകൾ കൊടുക്കട്ടെ. ഈ പുസ്തകം അനേക ഭാഷകളിൽ തർജ്ജമ ചെയ്യുവാൻ ലൈറ്റ് വേൾഡ് മിഷന്റെ ശാഖകൾക്ക് കഴിയട്ടെ, പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങൾ കൊടുത്ത ചർച്ചിൻ്റെയും എല്ലാവിധമായ ആശംസകളും അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൊണ്ടൊരുമിക്കുന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു പാസ്റ്റർ. അടുത്തതായിട്ട് ആശംസകൾ അറിയിക്കുന്നത് ലൈറ്റ് വേൾഡ് മിഷൻസിൻ്റെ ഒരു സന്തത സഹചാരിയും സപ്പോർട്ടും ഒരു നല്ല വേദാധ്യാപകനുമായിരിക്കുന്ന പാസ്റ്റർ ബിനു ജോൺ അവരുകളാണ് മുമ്പോട്ട് വന്ന് ആശംസകൾ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് കാണാൻ ഇടയായിരുന്നു. ഒരു കൺവെൻഷൻ്റെ ലൈവാണ് നടക്കുന്നത്. നോർത്ത് അമേരിക്കയിലുള്ള ഒരു കൊച്ചു രാജ്യത്താണ്. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു മെയിൻ സ്ട്രീം ചർച്ചിൻ്റെ കൺവെൻഷനാണ്. ഞാനവിടെ ശ്രദ്ധിച്ചപ്പോൾ ധാരാളം സ്ത്രീകൾ അവിടെ ഓർഡൈൻഡ് പാസ്റ്റേഴ്സായിട്ടുണ്ട്. അവരുടെ തല കവർ ചെയ്തിട്ടില്ല. എന്നാൽ അതേ സഭയ്ക്ക് കേരളത്തിലും ധാരാളം സഭകളുണ്ട്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സഭയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും രീതികളും ഉപദേശങ്ങളൊക്കെ ഉള്ളതുപോലെ എനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ഒരു പ്രത്യേക സന്ദർഭത്തിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കണമോ എന്നുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുകയും അത് ആഴത്തിൽ പഠിക്കുകയും അതിനെക്കുറിച്ച് നല്ലൊരു പുസ്തകം എഴുതുകയും ചെയ്ത, അതിന് ധൈര്യം കാണിച്ച പ്രിയ ബിജു പാസ്റ്ററുള്ള അദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കർത്താവ് വീണ്ടും ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കട്ടെ. ഇതുപോലെയുള്ള തർക്ക വിഷയങ്ങളൊക്കെയുള്ള സംശയങ്ങൾ ഉളവാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളുള്ള പുസ്തകം, അങ്ങനെയുള്ള വിഷയങ്ങൾ താൻ പഠിച്ച് ഇനിയും ധാരാളം പുസ്തകങ്ങൾ എഴുതുവാൻ തന്നെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായിട്ടുള്ള ആശംസയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഇവിടെ ഈ ചടങ്ങിൻ്റെ സമാപന സമയത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ വളരെ പ്രസക്തമായ
ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. കൃതജ്ഞതാ പ്രകാശമാണ്. പ്രിയ ബിജു പാസ്റ്ററെയും അതോടൊപ്പം സിസ്റ്റർ അനു ബിജുവിനെയും ക്ഷണിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലൈറ്റ് വേൾഡ് മിഷൻസ് അവരോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. ലൈറ്റ് വേൾഡ് മിഷൻസിൻ്റെ ഈ ഘട്ടത്തിലെ വളർച്ചയ്ക്ക് വളരെ ശക്തമായ അടിത്തറ പാകിയ ഒരു കുടുംബമാണ് പ്രിയ ബിജു പാസ്റ്ററെയും സിസ്റ്റർ അനുവിൻ്റെയും കുടുംബം. 2017 മുതൽ ലൈറ്റ് വേൾഡ് മിഷൻസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുകയും കേരള സംസ്ഥാനത്തിൻ്റെ ലൈറ്റ് വേൾഡ് മിഷൻസിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ നാഷണൽ ലെവലിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ വളരെയധികം മുൻപിൽ നിന്ന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പാസ്റ്റർ ബിജു ഡൊമിനിക് വളരെ അർപ്പണബോധമുള്ള ഒരു ദേവദാസനാണ് എന്ന് എൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലേഡീസ് വിംഗിൽ വളരെ ശക്തമായി നേതൃത്വം നൽകുന്ന സിസ്റ്റർ അനു, ഈ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങളുടെയും നേതൃത്വം ഞങ്ങൾ വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയും ഈ ചടങ്ങിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുക കുടുംബമായിട്ട് അവരെ ക്ഷണിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് സിസ്റ്റർ അനു നമ്മളോട് ചില വാക്കുകൾ സംസാരിക്കും. അതിനുശേഷം പാസ്റ്റർ ബിജു ഡൊമിനിക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സമ്മേളനം അതിൻ്റെ സമാപ്തിയിലേക്ക് വരുന്നതാണ്. പ്രകാശനം ചെയ്യുവാൻ സഹായിക്കുന്നതായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം പാസ്പോർട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ എഡിറ്റിങ്ങിന് വേണ്ടി സഹായിച്ച ബത്സഞ്ചരങ്ങൾ പാസ്റ്റർക്കും ഷാനി സിസ്റ്റർക്കും ഈ തരത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് മാനിക്കട്ടെ. പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ കാര്യം, അച്ഛൻ ഇതിനു വേണ്ടി ഒത്തിരി അധ്വാനിച്ചു. രാത്രിയെന്നില്ല പകലെന്നില്ല ഒത്തിരി അധ്വാനിച്ചു. എപ്പോഴും ഇതിന് പുറമെ കൂടി പ്രസിലെ കാര്യങ്ങളായാലും എല്ലാത്തിനും വേണ്ടി ഒത്തിരി സഹകരിച്ചു, ഒത്തിരി ഓടി. അച്ഛനോടുള്ള നന്ദി ഈ തരത്തിൽ അറിയിക്കുന്നു. പിന്നെ ആശംസ അറിയിച്ച പുതുപ്പള്ളി അച്ഛനെ, പിന്നെ ഷീലാദാസാനി, സായിച്ചാല്, സ്റ്റീഫൻ സാറ്, അങ്ങനെ എല്ലാവർക്കും ഈ തരത്തിൽ എൻ്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ സായിച്ചാല് എപ്പോഴും ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. ഈ ഫാമിലി എപ്പോഴും ആത്മീക കൂട്ടായ്മയ്ക്ക് ഈ ചർച്ച ചോദിച്ചാലും ഉടനെ ഒരു ചെയ്യാതെ ഞങ്ങൾക്ക് എല്ലാത്തിനും ഈ ചർച്ച കർത്താവ് തരുന്നു. അതിനായിട്ട് സായിച്ചാലും ഫാമിലിക്കോട് നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. പിന്നെ ലൈറ്റ് വേൾഡ് മിഷന്റെ എല്ലാ പ്രവർത്തകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, എല്ലാവരും ദൈവം പാലിക്കട്ടെ. എല്ലാവർക്കും ഈ തരണത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ ഫാമിലി എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ പപ്പയുണ്ട്, അച്ഛനുണ്ട്, മമ്മിയുണ്ട്, എല്ലാവരും ചേച്ചിയുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. ഞങ്ങൾക്ക് ഇതിനൊരു ചുവട് വെക്കുവാൻ ഞങ്ങൾക്കൊരു മാർഗനിർദ്ദേശിയായിട്ട് ഞങ്ങൾക്ക് മുമ്പായിട്ട് ചുവട് വെച്ച ആളുണ്ട് ഞങ്ങളുടെ ചേട്ടൻ. ഞങ്ങൾക്ക് വലിയൊരു മാർഗദർശിയാണ്. ചേട്ടനെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനൊരു മാർഗം കാണിച്ചത് ചേട്ടനോട് നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായിട്ട് മാനിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. നീണ്ട 10 വർഷത്തിന് മുൻപാണ് ദൈവം എൻ്റെ ഉള്ളിൽ ഒരു ദർശനം, എന്തുകൊണ്ട് സ്ത്രീകളെ ശുശ്രൂഷകളിൽ തടയുന്നു എന്ന ചോദ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും വലിയൊരു രാജ്യം പടയ്ക്ക് പുറപ്പെടുമ്പോൾ അതിൻ്റെ പകുതിയിലധികം ആളുകളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ആ യുദ്ധത്തിന് അവർ പോകുമ്പോൾ യുദ്ധത്തിന്റെ വിജയസാധ്യത അവിടെ കുറയുകയാണ്. ഈ ഒരു സംശയം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. അന്ന് മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ ആരംഭിച്ചു. ദീർഘ വർഷങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ, പല ഭാഷക്കാർ എഴുതിയത്, പല രാജ്യക്കാർ എഴുതിയ അനേക പുസ്തകങ്ങൾ ഞാൻ റെഫർ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ദീർഘനാളുകൾ കൊണ്ട് ലഭിച്ച വാക്കുകളാണ്, വരികളാണ് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. വേദപുസ്തകാടിസ്ഥാനത്തിൽ തന്നെ ഇതിന്റെ ആശംസകൾ എഴുതിയവർ എല്ലാം വളരെ സുപരിചിതരായ
കർത്താവിന്റെ ദാസന്മാരാണ്. പ്രത്യേകിച്ച് അവതാരിക എഴുതിയ ബ്ലസ്സഡ് പാസ്റ്റർ അടക്കം ഈ ബുക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയമുള്ളവരും വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ്, ശക്തരായ എഴുത്തുകാരാണ്. അപ്പോൾ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി അനേക വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവദാസന്മാരാണ്. അതുകൊണ്ട് തന്നെ ഉപദേശപരമായി ഏതെങ്കിലും ഒരു പിശക് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്നെ ചൂണ്ടിക്കാണിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. എന്നാൽ അവരൊക്കെയും പല ആവർത്തി ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ എഴുതിയപ്പോൾ വായിച്ചതല്ലാതെ പിന്നെ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ അച്ഛനൊരു 4-ലധികം പ്രാവശ്യം ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. അതിന് പറഞ്ഞ പോലെ രാത്രിയൊന്നുമില്ലാതെ പകരം അച്ഛൻ ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. ഒരുപാട് ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഒത്തിരി മീറ്റിങ്ങുകൾ ഉള്ള ഒരാളാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട മ്യൂസീഷ്യൻ കൂടെയാണ്. അങ്ങനെ ഈ ക്ലാസ്സുകളുടെ എല്ലാം ഇടയിൽ രാത്രി ഉറക്കമില്ലാതെ ഈ ബുക്ക് നോക്കുവാനും അതിൽ തിരുത്തൽ വരുത്തേണ്ട വാക്കുകളൊക്കെ തിരുത്തി എന്നെ ഒത്തിരി സഹായിച്ച കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ ജോസഫ് മാത്യു അച്ഛനോട് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. വളരെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഞാനിങ്ങനെ ഒരു പുസ്തകം എഴുതാൻ കാരണവും പ്രിയ അച്ഛനാണ്. ഞങ്ങളുടെ ഒരു പബ്ലിക്കേഷൻ എല്ലാ മാസവും പുറത്തിറക്കുന്ന മിഷൻ പ്രകാശിനി എന്ന ഒരു മാഗസിനുണ്ട്. ആ മാഗസിന് വേണ്ടി എഴുതുവാൻ അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അന്ന് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ ശുശ്രൂഷയുള്ള പങ്കിനെ കുറിച്ച് ഞാൻ പഠിക്കുകയും കുറച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനോട് പറഞ്ഞു, അത് തുടർച്ചയായിട്ട് നമുക്ക് അതിനകത്ത് എഴുതണം എന്ന് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാനതിന്റെ ചില ഭാഗങ്ങൾ മാത്രം, വളരെ ചുരുങ്ങിയ ചില ഭാഗങ്ങൾ മാത്രം അതിൽ എഴുതുകയും എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം അച്ഛനോട് ചോദിക്കുന്നത്, ഇതൊരു പുസ്തകമായിട്ട് ഇറക്കിയാൽ ഒരുപാട് പേർക്ക് പ്രയോജനമാകില്ലേ എന്ന ഒരു ചോദ്യമാണ് സത്യത്തിൽ ഒരു പുസ്തകം എന്ന ചിന്തയിലേക്ക് എന്നെ ഈ അടുത്ത സമയത്ത് പുസ്തകം എന്ന ചിന്തയിലേക്ക് എന്നെ കൊണ്ടുവരുവാനിടയായി. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സ്തോത്രം. അദ്ദേഹത്തോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് അച്ഛനെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നത്. അതുപോലെ ഫിനിച്ചാനെ കുറിച്ച് ഗുരു പറഞ്ഞ പോലെ ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന അച്ഛനാണ്. ഒരുപാട് വർഷങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ്. ഞങ്ങൾ ദീർഘവർഷങ്ങൾ മുമ്പ് ഞാൻ ഈ അച്ഛൻ്റെ വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞ ഒരു വാക്ക് എന്നെ വളരെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരായ ശുശ്രൂഷകരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ശുശ്രൂഷയെ വളർന്നു വരണം എന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്യുന്ന ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ ഞങ്ങളെ കാണുന്ന പ്രിയ ഫിനിച്ചാനോടുള്ള സ്നേഹവും കൃതജ്ഞതയും ഈ സമയത്ത് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർപ്പിക്കുകയാണ്. കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കുന്നത്. അതുപോലെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബ്ലസ്സഡ് ചെറിയനാണ്. എനിക്ക് ദീർഘവർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാമെങ്കിലും ഞങ്ങൾ ഏറ്റവും അടുത്തത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലഡിന്റെ ടൈമിലാണ്. ഫ്ലഡിന്റെ സമയത്ത് ഊണും ഉറക്കവും ഇല്ലാതെ, ശരീരം നോക്കാതെ ഓടി നടന്ന് എല്ലാ സ്ഥലങ്ങളിലും സഹായം എത്തിച്ച ഒരു അനുഗ്രഹീത ദൈവദാസൻ ആയിരുന്നു പ്രിയ ബ്ലസ്സഡ് പാസ്റ്റർ. ഒരു സാധ്യതയില്ലാത്ത സമയത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റിയാണ് അദ്ദേഹം ചെയ്തത്. വിശ്വാസത്താൽ, എല്ലാം വിശ്വാസത്താൽ. അദ്ദേഹത്തോടൊപ്പം ഏകദേശം ഒരു മാസത്തോളം എനിക്കും ആ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തെ ഞാൻ ഏറ്റവും അടുത്തറിയുന്നത്. ഏതൊരു ആവശ്യം പറഞ്ഞാലും, ഏതൊരു വ്യക്തിയാണെങ്കിലും, അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും, ഏതൊരു വ്യക്തിയുടെ ആവശ്യത്തിന് വേണ്ടി ഓടിച്ചെല്ലുന്നത് ദേവദാസനാണ് അദ്ദേഹം. എനിക്ക് അന്ന് തുടങ്ങി അദ്ദേഹത്തോട് ഭയങ്കരമായ ആത്മാർത്ഥമായ സ്നേഹം എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, കൺവെൻഷൻ വേദികളിൽ നിലനിൽക്കുന്ന ഒരു ദേവദാസനാണ്. അപ്പോൾ തന്നെ അനേകം പാട്ടുകൾ എഴുതുകയും പുസ്തകങ്ങൾ രചിക്കുകയും ഒക്കെ ചെയ്തത് അനുഗ്രഹീതനായ ദേവദാസനാണ് അദ്ദേഹം. ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതുക മാത്രമല്ല, എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി തരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള സ്നേഹവും കൃതജ്ഞതയും ഈ സമയത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അതുപോലെ തന്നെ ഷാനി സിസ്റ്റർ, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, എന്റെ സഹോദരി തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഒരു സിസ്റ്ററാണ് പ്രിയ ഷാനി സിസ്റ്റർ. ഈ പുസ്തക രചനയ്ക്ക് എന്നെ ഒരുപാട് സഹായിച്ച ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററോടുള്ള സ്നേഹവും കൃതജ്ഞതയും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ
പ്രിയ സായിച്ചാൻ ഞങ്ങൾ ഒരുപാട് വർഷം ദീർഘവർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. വളരെ ആത്മാർത്ഥതയോടെ ആ ബന്ധം തുടരുവാൻ സാധിച്ചത്. അദ്ദേഹം പറഞ്ഞ ആശംസാ വാക്കുകൾ എനിക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. നിശ്ചയമായിട്ടും മറ്റനേകം ഭാഷകളിലേക്ക് ഈ പുസ്തകം രചിക്കുവാൻ അല്ലെങ്കിൽ വിവർത്തനം ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുപോലെ തന്നെ ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ബിജു പാസ്റ്റർ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയെ പോലെയാണ്, അല്ലെങ്കിൽ മിഷൻ ഫാമിലിയിലെ ഒരു വ്യക്തിയാണ്. ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കർത്താവിന്റെ അഭിഷിക്തൻ. അദ്ദേഹത്തോടുള്ള സ്നേഹവും കൃതജ്ഞതയും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ ഈ പുസ്തക രചന ആരംഭിച്ചപ്പോൾ മുതൽ പ്രാർത്ഥനയിൽ എനിക്ക് കൈത്താങ്ങായിട്ട് നിന്നത് ലൈറ്റ് വേൾഡ് മിഷൻ ഫാമിലിയാണ്. അതിൽ പ്രിയ നിങ്ങളുടെ പ്രയർ കോർഡിനേറ്റർ രഞ്ജിത്ത് പാസ്റ്റർ, അതുപോലെ തന്നെ ഷിജോ പാസ്റ്റർ, അതുപോലെ ഈ പുസ്തക രചന കഴിഞ്ഞപ്പോൾ പ്രസ്സിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എന്നെ സഹായിച്ച പ്രിയ സോബിൻ, അദ്ദേഹത്തിന്റെ വൈഫ്, അവരോടൊക്കെ ഉള്ള പ്രത്യേകം നന്ദി കൃതജ്ഞതയും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ കൃതജ്ഞത ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സത്യത്തിൽ ഈ പുസ്തക പ്രകാശനം പ്ലാൻ ചെയ്തത് ഇവിടെ ആയിരുന്നില്ല, പാഠശാലയിൽ വെച്ചായിരുന്നു. പരസ്യോയ്ക്കൽ ലൗഹർമി ക്രൂസൈഡിന്റെ ക്യാമ്പസിൽ വെച്ചായിരുന്നു ഞങ്ങൾ ആദ്യം ഇത് പ്ലാൻ ചെയ്തത്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നില്ല. ഈ മാവേലിക്കരയുടെ മണ്ണിൽ വച്ച് അത് ചെയ്യണമെന്നായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്തുകൊണ്ടാണ് അവിടെ നടക്കാൻ വലിയ പ്രതീക്ഷയോടെ ഒരുപാട് പേരോടൊക്കെ ഞാൻ പറഞ്ഞ് അവിടെ വെച്ച് നടക്കുന്നത് നമുക്ക് ഒത്തിരി പബ്ലിസിറ്റിയെ കൊടുത്തതാ. പക്ഷെ അത് നടന്നില്ല, പ്രിന്റിങ് കഴിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് നടന്നില്ല, സാധിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പം അച്ഛൻ നമുക്ക് മാവേലിക്കര, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്തുകൊണ്ട് മാവേലിക്കര തിരഞ്ഞെടുത്തു? പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുവന്നൊരു ചിന്തയുണ്ട്. മേരി ചാപ്മാൻ എന്ന് പറയുന്ന ഒരു വിദേശ വനിത മാവേലിക്കരയിൽ ദീർഘവർഷങ്ങൾക്ക് മുൻപ് കടന്നു വന്ന് ഇവിടെ സഭ സ്ഥാപിച്ചു. ആ സഭയാണ് മാവേലിക്കരയിലെ AG ചർച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ചാണ് മാവേലിക്കരയിൽ മേരി ചാപ്മാൻ സ്ഥാപിച്ചത്. ആ വിദേശ വനിത അഭിഷേകത്തോടെ വന്ന് സ്ഥാപിച്ച ആ മണ്ണിൽ, സഭ സ്ഥാപിച്ച അതേ മണ്ണിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ മിണ്ടാതിരിക്കണമോ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ എനിക്ക് ലഭിച്ച അവസരം ഒരു അസാധാരണമായ ഒരു കാരണമല്ല, മറിച്ച് ദൈവിക പദ്ധതിയാണ് എന്ന് ഞാൻ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ പിതാവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിക്കുകയും കൈത്താങ്ങ് തരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയ പിതാവിന് ഈ സമയത്ത് ഞാൻ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് അതുപോലെ ഞങ്ങളുടെ എൻ്റെ ഫാദറിലോ, എൻ്റെ പപ്പ, മമ്മി, അതുപോലെ പാസ്റ്റർ അനൂപ്, അതുപോലെ പ്രിയ ജെസി സിസ്റ്റർ, ഇവരോടെല്ലാം ഉള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ മാവേലിക്കര സ്വദേശികളായ ലൈറ്റ് വേൾഡ് മിഷൻ പ്രവർത്തനവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതർ എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. പ്രിയ നിങ്ങളുടെ ഡോക്ടർ ജോസഫ് മാത്യു അവരുടെ പ്രിയ വൈഫ്, പ്രിയ ഞങ്ങളുടെ പ്രിയ ആന്റിയോടുള്ള നന്ദി ഓർപ്പിക്കുന്നു. സായിച്ചാന്റെ പ്രിയ വൈഫ്, ഞങ്ങളുടെ സഹോദരി, നന്ദി ഈ സമയത്ത് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ കൃതജ്ഞതയും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ അനൗൺസ്മെന്റ്സ് നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പുസ്തക പ്രകാശനം കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ പ്രകാശനങ്ങൾ ഇവിടെ വെച്ച് നടത്തുവാൻ സാധിച്ചത്. പ്രത്യേകിച്ച് എന്തുകൊണ്ടും അതിന് സമുചിതനായ ഒരു വിശിഷ്ട ദൈവദാസനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ശുശ്രൂഷയിൽ പക്വതയും അറിവും ജ്ഞാനവുമുള്ള കർത്താവിന്റെ വലിയ ദാസൻ പ്രിയ ഫിലിപ്പ് പാസ്റ്റർ നമുക്ക് ഇതിൻ്റെ പ്രകാശനം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട ഈ പുസ്തകം ഇവിടെ കൗണ്ടറിൽ ഇന്ന് ലഭ്യമാണ്. 110 രൂപയാണ് ഇതിൻ്റെ മുഖവില. എന്നാൽ ഇന്ന് അത് 90 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ആവശ്യത്തിന് കോപ്പികൾ മേടിച്ചുകൊണ്ട് മാത്രമേ പോകാവൂ. ഒരുപക്ഷെ ഇന്ന് എത്തിയിട്ടില്ലാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു 5 or 10 കോപ്പികൾ വാങ്ങിക്കൊണ്ട് പോകണം. തീർച്ചയായിട്ടും അത് വെർത്താണ്. നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുമല്ലോ.
അതോടൊപ്പം തന്നെ ഇന്ന് ഇത് സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. പുറത്ത് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലും സഹകരിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് അറിയിക്കുന്നു. ലൈറ്റ് വേൾഡ് മിഷൻസിൻ്റെയും ലൈറ്റ് ഹൗസ് പബ്ലിക്കേഷൻസിൻ്റെയും ഓഫീസർ മാവേലിക്കരയിൽ പ്രവർത്തിക്കുന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കട്ടെ. മാവേലിക്കരയിൽ നിന്ന് മാന്നാറിന് പോകുന്ന റൂട്ടിൽ പ്രായക്കര പാലം കഴിയുന്ന ഉടനെ ഉള്ള വെയിറ്റിംഗ് ഷെഡിൻ്റെ തൊട്ടടുത്ത ബാക്കിലായി മെയിൻ റോഡ് സൈഡിൽ തന്നെയുള്ള കെട്ടിടമാണ് ലൈറ്റ് ഹൗസ് പബ്ലിക്കേഷൻസിൻ്റെയും ലൈറ്റ് വേൾഡ് മിഷൻസിൻ്റെയും ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു ബുക്ക് സ്റ്റോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ അവിടുത്തെ കോൺടാക്റ്റ് നമ്പരും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ മാത്രമല്ല, ബൈബിളുകൾ, മറ്റ് ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ അവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും വിളിച്ച് ബുക്ക് കൈവശമാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൻ്റെ സ്ത്രീകൾ മിണ്ടാതിരിക്കണമോ എന്നുള്ള പുസ്തകത്തിൻ്റെ കോപ്പികൾ ബൾക്കായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭ്യമായി തീരും എന്ന് ഓർപ്പിക്കുന്നു. കൂടുതൽ കോപ്പികൾ ആവശ്യമുള്ളവർ ഒരിക്കൽ കൂടെ എല്ലാത്തിനുമായിട്ട് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനപ്പാടി ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട അഭിനയിച്ചാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ പിരിയാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് Ah
സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾക്ക് ശേഷം ഈ രാത്രിയിൽ ഇപ്രകാരമുള്ള മഹത്വമേറിയ ഒരു ശുശ്രൂഷ സാക്ഷികളാകുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തതുകൊണ്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഈ പുസ്തകം രചിച്ച പ്രിയ കർത്തദാസനെ കുടുംബമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഓരോരുത്തരെയും പേര് പറഞ്ഞ് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നില്ല. നമുക്ക് ഒന്നിച്ചു കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യത്താൽ ഈ പുസ്തകം അനേകരുടെ ഹൃദയങ്ങളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനുമായ നമ്മുടെ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ തിരുസന്ധിയിൽ നിൽക്കുമ്പോൾ അനേക ഹൃദയങ്ങളിൽ വർഷങ്ങളായി ദൈർഘ്യമുള്ളതായ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് തക്കതായ നിലയിലുള്ള മറുപടികൾ വളരെ വിദഗ്ധമായി നിന്റെ മക്കൾ പലരും കൂടി ഇതിനെ ഒന്നിച്ച് ഒരു പുസ്തകമാക്കിയപ്പോൾ അതിന് സഹായം ചെയ്യുവാൻ കർത്താവെ നിന്റെ ദാസനെയും ദാസിയെയും പ്രത്യേക സഹായിച്ചപ്പോൾ അവിടുന്ന് ഈ പുസ്തകം എഴുതുവാൻ ബന്ധഭക്തനെ ക്രമീകരിച്ചതുകൊണ്ട് കർത്താവെ ഇവിടെ ഇരിക്കുന്ന ഈ പുസ്തകങ്ങൾ കർത്താവ് പൂർണ്ണമായും ചിലവാകുവാനും അനേക ഹൃദയങ്ങളിലേക്ക് ചെല്ലുവാനും വായിക്കുന്നതിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുവാനും സംശയ നിവാരണത്തിന് കാരണമാക്കുവാനും അതിലെല്ലാം ഉപരിയായി ദൈവരാജ്യത്തിന്റെ പണിക്ക് കർത്താവെ ഇത് ഉതകുവാൻ The kingdom of God must be established and it should be continued. അതിനുവേണ്ടി ഈ പുസ്തകങ്ങൾ ഈ കർത്താവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഈ രാത്രിയിൽ ഈ കാര്യങ്ങൾ കേട്ടവർ ഇത് ബൾക്കായി വാങ്ങിച്ചുകൊണ്ട് പോകുക തന്നല്ല, അനേകർക്ക് പിന്നെയും വാങ്ങിക്കൊടുക്കുവാനുള്ളതായ താല്പര്യമുള്ള നിങ്ങൾ കൊടുക്കണമേ. എഴുതുവാനുള്ള പ്രാപ്തി ലഭിച്ചതിന്റെ ഭക്തന്മാർക്കായി അത് കറക്റ്റ് ചെയ്യുവാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് കർത്താവെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ചെയ്ത നിന്റെ ദാസനും ദാസിക്കും ആ പ്രിയപ്പെട്ടവർക്കും ബഹുമാനപ്പെട്ട അച്ഛനും കർത്താവെ ബെനഡിക്ട് ഫാമിലീസിനും എല്ലാമായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഈ അവസരത്തിൽ ഇന്ന് ഇവിടെ ആശംസകൾ വന്ന ദൈവദാസന്മാർ ഇതര കർത്താവ് ഗാനങ്ങൾ പാടിക്കൊണ്ട് വിവിധ തരത്തിൽ ഈ കാര്യത്തിന് മുന്നിൽ നിന്ന എല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അനേക പുസ്തകങ്ങൾ രചിക്കുവാൻ നിന്റെ ദാസൻ ഇടവരുന്നിട്ട് കർത്താവെ അത് പല ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇതിനുമേൽ പരിവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. നിന്റെ കരങ്ങൾ അർപ്പിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ പിരിയുമ്പോൾ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോകുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും നമ്മോടുകൂടെ നിരന്തരമുള്ള പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രിയിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന്റെ സ്തോത്രം.